ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ യൗവനക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സഭയും മാതാപിതാക്കളുമാണ്. ഈ ക്രിസ്ത്യാനിറ്റി നമുക്ക് തരുന്ന ഫ്രീഡം എന്ന് പറയുന്ന ലോകത്തിൽ ഒരു മതത്തിനും തരാൻ സാധിക്കാത്ത ഫ്രീഡമാണ്. ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ വസ്ത്രധാരണം ഇന്നത് വേണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരാൾക്ക് ഇടർച്ച ഉണ്ടാക്കാത്ത ഒരു സമൂഹത്തിൽ മാന്യമായ വസ്ത്രം, അത്രേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോൾ എഴുന്നേക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര നേരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തു പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടില്ല. കല്യാണം എങ്ങനെ നടത്തണം, ശിഷ്യന്മാരാരും കല്യാണം നടത്താൻ പോയതായിട്ട് കാണത്തില്ല. ഞായറാഴ്ച കൂടി വന്ന് എന്ത് ചെയ്യണം പറഞ്ഞിട്ടില്ല. ശവസംസ്കാരം നടത്തുമ്പോൾ എത്ര പേര് പ്രസംഗിക്കണം പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിക്കും, ഇതുപോലൊരു എന്നോടൊരു മുസ്ലിം ഒരിക്കൽ ചോദിച്ചാണ്, നിങ്ങൾക്ക് ഒരു മതവുമില്ല, ഞങ്ങൾക്കാണെങ്കിൽ ആഹാരം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ബാത്റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സാധനം അറബി ചൊല്ലിയാൽ അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അവർക്ക് ജീവിക്കാൻ തന്നെ ഈ മന്ത്രങ്ങളില്ലാ പറ്റിയല്ല, ഈ ചൊല്ലില്ല. നമുക്ക് ഇത് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇനി കല്യാണം കഴിച്ചാൽ പെൺകുട്ടി എവിടെ താമസിക്കണം? ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണം, ഭാര്യയുടെ വീട്ടിൽ താമസിക്കണം? ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവിനോട് പറഞ്ഞിരിക്കും, നീ നിന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യ നിന്റെ പിതൃഗ്രഹത്തെയും ഒക്കെ മറന്ന് ഇവനോട് കൂടെ പറ്റിച്ചേരും. ഇവർ ഒരു ദേഹമായി തീരുന്നു. എന്തൊരു ഫ്രീഡം! സഹോദരന്മാർക്ക് പണിയെടുക്കാൻ പോകാം, സ്വതന്ത്രമായി ജീവിക്കാം. ഇത്രയും ഫ്രീഡം ലോകത്തിൽ നിങ്ങൾ ആലോചിച്ചോക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിനകത്ത്, വേദപുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇന്നത്തെ തലമുറയ്ക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുമോ? ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പെൺകുട്ടി ഏതോ ഒരു കുടുംബത്തിൽ അമ്മമാർ താലോലിച്ച് വളർത്തി എടുത്തുകൊണ്ട് വന്ന കുഞ്ഞ് ഒരു ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ചെന്ന് കയറുന്നു. അവിടെ അയാളെ അനുസരിച്ചാൽ പോരാ, അയാളുടെ അപ്പനെയും അമ്മയും ഒക്കെ അനുസരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പെൺപിള്ളേർ മാത്രമുള്ളൊരു വീട്ടിൽ ആ പെൺപിള്ളേരെ എല്ലാം താലോലിച്ച് വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഉള്ള കാശും പോയി, പിള്ളേരും പോയി. വാർദ്ധക്യകാലത്ത് ഈ കുഞ്ഞുമക്കളെ ഒന്ന് കാണണമെങ്കിൽ ഇവിടുത്തെ അവിടെ മകൾ തീരുമാനിച്ചാൽ പോരാ, മകളുടെ ഭർത്താവ് തീരുമാനിച്ചാൽ പോരാ, മകളുടെ അപ്പൻ തീരുമാനിക്കണം, മായപ്പൻ. അയാൾ ആരാന്നാണ് എൻ്റെ ചോദ്യം. ഇതെന്തൊരു ദുസ്വാതന്ത്ര്യമാണ് ശരിക്കും. ബൈബിൾ കൊടുക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് മുതലാക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ജഡത്തിൻ്റെ തൃപ്തിക്കുള്ള ഫ്രീഡത്തിന് വേണ്ടി നമ്മുടെ പിള്ളേർ നടക്കുകയാണ്. എന്നിട്ട് പല പ്രവാചകന്മാരും വന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ വൈറ്റും വന്ന് പറയുമായിരിക്കും, ഈ ആഴ്ച വിടുതലാണ്. നടക്കൂല. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. കാരണം എന്താണെന്നറിയോ? ആവക യാതൊരു പ്രോമിസും ബൈബിളിലില്ല. ബൈബിളിൽ എവിടെയാണ് നിന്റെ ബിസിനസ് നന്നാക്കാന്നുള്ള പ്രോമിസ്? എവിടെ? അപ്പം നിങ്ങളൊരു പഴയ നിയമം ആവർത്തന പുസ്തകം ഇല്ല. നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കി. ഒറ്റ ചോദ്യമുള്ളൂ, അഭിഷേകമുള്ള ആർക്കും ഈ വക ഒരു സാധനവും കിട്ടിയിട്ടില്ല പഴയ നിയമത്തിൽ. ഹാബേൽ നല്ലൊരു യാഗം അർപ്പിച്ചാൽ അന്ന് തന്നെ തട്ടിപ്പോയി. ഒരു പച്ചവെള്ളം പോലും ഒരു ഗ്ലാസ് കിട്ടാതെയാണ് ഹാബേൽ മരിക്കാൻ സാധ്യത. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ അത്രയും നല്ല യാഗം കഴിച്ചിട്ട് ഹാബേലിന് ഈ മണ്ണിൽ ദൈവം ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇനി അബ്രഹാം വലിയ മുതലാളിയാണെന്ന് നമ്മുടെ വിചാരം. പക്ഷെ എബ്രായ ലേഖനം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, പുള്ളി വീട് വേണ്ടാന്ന് വെച്ചാൽ ടെൻ്റ് അടിച്ച് താമസിക്കുമായിരുന്നു. ഒന്നും സംഭരിക്കാതെയാണ് ജീവിച്ചത്. അലഞ്ഞിരിഞ്ഞ് കൂടാരങ്ങളിൽ വസിക്കുമായിരുന്നുള്ള കാര്യം മനസ്സിലായത്. മോശെ ഒരു നല്ല ചരമപ്രസംഗം പോലും പുള്ളിക്ക് കിട്ടിയില്ല. എവിടെ മരിച്ചതെന്ന് പോലും അറിയത്തില്ല. മരിച്ച സ്ഥലം, ബറി ചെയ്ത സ്ഥലം അറിയില്ല. കനാൻ ദേശത്ത് കയറിയ പോലും ഇല്ല. നിയമം കൊടുത്തയാളുടെ സ്ഥിതി അതാണെങ്കിൽ നിയമം വായിക്കുന്ന ആളുടെ സ്ഥിതി എന്തായിരിക്കും? ഇനി താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാർ യശയാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ഓശയ, യോവേൽ ഇവരൊക്കെ എവിടെ മരിച്ചു, എങ്ങനെ മരിച്ചു? കല്ലേറ് കൊണ്ടും അതിലെ അലഞ്ഞു ഒഴുന്നു നടന്നും ഏരിയാവൊക്കെ അവിടെ പോയി എന്തോരോ കഷ്ടപ്പെടുന്നു. ഇവർക്ക് എന്തോ കിട്ടിയത്? ഈ പ്രോമിസൊക്കെ നമ്മൾ എവിടെ നിന്നായി സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നത്? ഇതാണോ ക്രിസ്ത്യൻ ഫെയ്ത്ത്? പത്രോസിനോട് കർത്താവ്, സാത്താനെ നീ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം എന്താണെന്നറിയാമോ? നീ എനിക്ക് ഇടർച്ചയാകുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് സാത്താനായി പോയത്? നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്രേ കരുതുന്നത്. അപ്പം മനുഷ്യർക്കുള്ളത് കരുതിയാൽ നമ്മൾ ആരാവും? ദൈവത്തിനുള്ളത് കരുതിയാൽ ദൈവത്തിൻ്റെ മക്കള്, മനുഷ്യർക്കുള്ളത് കരുതിയാൽ സാത്താനാവും.
അപ്പോൾ ഇന്നത്തെ വിശ്വാസങ്ങൾ മുഴുവൻ ദൈവത്തിന് വേണ്ടിയുള്ളതാണോ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണോ? ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ യൗവനക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത സഭയും മാതാപിതാക്കളുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഒന്ന്, നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു പോസ്റ്റ് ക്രിസ്ത്യൻ ജനറേഷനിലാണ്. പോസ്റ്റ് ക്രിസ്ത്യൻ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കാലം തീർന്നു എന്ന് ലോകം മുഴുവൻ വിചാരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. അമേരിക്ക പോലെയുള്ള ഒരു കാലത്ത് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്ന രാജ്യങ്ങളെല്ലാം സെക്യുലർ രാജ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പ് അങ്ങനെയായി. ഇപ്പോൾ ലോകത്തൊരിടത്തും ഒരു ക്രിസ്തീയ രാജ്യം അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആശയങ്ങളുള്ള ഒരു രാജ്യമില്ല എന്ന ഒരവസ്ഥയിലേക്ക് വരികയും പൊതുജനം ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്ത്, ലോകവ്യാപകമായി അകന്നു പോവുകയും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷനിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഒരു 50-60 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന സാഹചര്യമല്ല ഇതിന് പോസ്റ്റ് ക്രിസ്ത്യൻ ജനറേഷൻ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ആ ലോകവ്യാപകമായ മോറൽ സ്വാധീനം, സാന്മാർഗ സ്വാധീനം. നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ നിയമസംഹിതകളുടെ മുകളിലും ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്റ്റാമ്പുണ്ട്. ബ്രിട്ടീഷുകാരെ ലോകം മുഴുവൻ ഭരിച്ചപ്പോൾ അവിടെ എല്ലാം ഒരു ക്രിസ്ത്യൻ ഒരു ധ്വനിയുള്ള നിയമസംഹിത, നീതി വ്യവസ്ഥ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ലോകം മുഴുവൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു ഹ്യൂമനിസം, അതായത് മാനുഷികമായ വ്യവസ്ഥകളിലേക്ക്, മതത്തെ വിട്ടിട്ട് മാനുഷികമായ വ്യവസ്ഥകളിലേക്ക് ലോകം മുഴുവൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്തുവാൻ വളരെ പ്രയാസമുള്ള ഒരു സമയത്തും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം അത്രയധികമാണ് സെക്കുലർ, മതേതര സ്വാധീനം, മറ്റു മതങ്ങളുടെ സ്വാധീനം, മതമില്ലായ്മയുടെ സ്വാധീനം, ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം ചെയ്യലുകളെല്ലാം ലോകവ്യാപകമായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് അമേരിക്കയിലും യൂറോപ്പിലുമല്ല, എല്ലായിടത്തും മനുഷ്യനൊന്നു തന്നെയാണ്. ഇങ്ങോട്ട് വരാൻ ഒരു ഇത്തിരി താമസിക്കുമെന്നുള്ളതേ ഉള്ളൂ. എല്ലായിടത്തും ഇത് ഒരേ വ്യവസ്ഥ തന്നെയാണ്. എന്നാൽ ഇതിൽ നമ്മൾ അപകടകരമായി കാണേണ്ട ഒരു കാര്യം, എഫേസ്യ ലേഖനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, നമുക്കൊരു പോരാട്ടമുണ്ട് എന്നുള്ളത്. ഈ പോരാട്ടം എന്ന് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട് അധികാരങ്ങളോടുമാണ്. അപ്പോൾ എന്താണ് ഈ വാഴ്ചയും അധികാരവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പറയും ഈ ഡെമണോളജി ഭയങ്കരമായിട്ട് പഠിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തൂവയൂരിന് ഒരു ദേശാധിപതി, അതിന് മുകളിൽ അടൂരിനൊരു ദേശാധിപതി, അതിന് മുകളിൽ ഏത് ജില്ല, ഇത് പത്തനംതിട്ട ജില്ലയ്ക്കൊരു ദേശാധിപതി, പിന്നെ കേരളത്തിന് അതിൻ്റെയൊക്കെ സീനിയർ ദേശാധിപതി, പിന്നെ ഇന്ത്യക്ക് മൊത്തം ഒരാൾ ഡൽഹിയിൽ. ഇതൊക്കെ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പോരാട്ടമെല്ലാം ഈ ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടിയുള്ള ഇടിയാണ്. ഡൽഹിയിൽ പോയിരുന്ന പ്രാർത്ഥിച്ച് അവിടുത്തെ ദേശാധിപതി പുറത്താക്കി, എത്ര പുറത്താക്കിയിട്ടത് പോകുന്നില്ല, അത് വേറെ കാര്യം. കേരളത്തിൽ ഇവിടെ നിന്ന് പുറത്താക്കി വഴിയെ പോകുന്നിടത്ത് എല്ലാം ശാസിച്ച് ബത്സിച്ച്, ഇതുകൊണ്ടൊന്നും ഒരു കാര്യം നടക്കുന്നില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ള വിശ്വാസികളും കൂടെ വിശ്വാസം നഷ്ടപ്പെട്ടവരായി, തണുത്തവരായി, മരവിച്ച് മന്ദിച്ച് പോകുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ശരിക്കും പോരാട്ടം? എന്താണ് ഈ ആകാശത്തിലെ അധികാരം? എന്താണ് വാഴ്ചകൾ? എന്താണ് ഈ പോരാട്ടം? ഈ പോരാട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഉള്ള ഒരു പോരാട്ടമാണ്. ഈ കാണുന്ന ഈ ആത്മിക പോരാട്ടം എന്ന് പറയുന്നത്. അത് നമ്മുടെ വീട്ടിലെ വസന്ത പിടിച്ച് കോഴി ചാകുന്നതോ നമ്മുടെ ബിസിനസ് പൊളിഞ്ഞു പോകുന്നതൊന്നും അല്ല പോരാട്ടം. അല്ലെങ്കിൽ നമ്മുടെ വിജയത്തിനെതിരെ, നമ്മുടെ എന്താ പിന്നെ പറയുന്നത്, എനിക്ക് ഈ ഭാഷ എനിക്കറിയാൻ പറ്റില്ല, ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പോരാട്ടങ്ങൾ, ഇതല്ല പോരാട്ടം. ഈ പോരാട്ടം എന്താണെന്ന് എഫേസ്യ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ, നിങ്ങൾ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ ഒരു കാലത്ത് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. കാലഗതി, ആകാശത്തിലെ അധികാരം, അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അധിപതി, ഇതൊക്കെയാണ് നമ്മൾ പോരാടേണ്ട ശക്തികൾ എന്ന് പറയുന്നത്. അതായത് ഈ ലോകത്തിൻ്റെ കാലഗതി എന്ന് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ അതിനെ കോഴ്സ് ഓഫ് ടൈം എന്ന് പറയാം. കോഴ്സ് ഓഫ് ടൈമിൻ്റെ പ്രോഗ്രസ്. ഈ കാലം മുൻപോട്ട് പോകുന്നതനുസരിച്ച് അതനുസരിച്ച് നമ്മൾ നേരത്തെ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കാലാതീതമായ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടോടെ ജീവിക്കാനാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. അതിന് ടൈമിനാൽ സ്വാധീനിക്കപ്പെടാത്ത ഒരു ക്രിസ്തീയ വ്യവസ്ഥയുണ്ട്. അത് AD 1-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഒന്ന് തന്നെയാണ്. അത് ഒരിക്കലും മാറ്റം വരുത്തേണ്ട കാര്യമില്ല. അത് കാലങ്ങളനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഏത് നൂറ്റാണ്ടിൽ ജീവിക്കുന്നവർക്കും ക്രിസ്ത്യൻ കാഴ്ച എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും
ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വയ്ക്കുന്ന ആ കാഴ്ച എന്ന് പറയുന്നത് പെർഫെക്റ്റാണ്. എന്നാൽ ലോകം അങ്ങനല്ല. ലോകം ഇവോൾവ് ചെയ്ത് വരികയാണ്. സാമൂഹ്യമായി ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കാലങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഒരു കാലത്ത് പുരുഷന്മാരായിരുന്നു മോർ പവർഫുൾ. ഒരു കാലത്ത് പുരുഷന്മാരായിരുന്നു സഭകൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, കുടുംബങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്, സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ ഹാളിൽ നോക്കിയാൽ തന്നെ സഹോദരിമാരാണ് കൂടുതൽ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും വിശ്വാസം പതുക്കെ സഹോദരിമാരിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്. നല്ല കാര്യമാണ്, മോശമെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ദാറ്റ് മീൻസ് നമ്മുടെ കുടുംബങ്ങളിലുള്ള പുരുഷന്മാർക്കുണ്ടായിരുന്ന സ്വാഭാവികമായ ആത്മീക നേതൃത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ആത്മീക നേതൃത്വം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് പുരുഷനല്ല, സ്ത്രീയാണ്. അതാണ് വ്യത്യാസം. അതായത് പിള്ളേരോട് പ്രാർത്ഥിക്കാനും വചനം പഠിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് പണ്ട് പുരുഷന്മാരായിരുന്നെങ്കിൽ ഇന്നത് അമ്മമാരാണ്. അവർക്കാണ് മക്കൾ അല്ലേ? അങ്ങനെയല്ലേ? തുവയൂർ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. അപ്പം മക്കൾക്ക് കൂടുതൽ ശല്യമുണ്ടാക്കുന്നത് പണ്ട് അപ്പന്മാരായിരുന്നെങ്കിൽ ഇന്ന് അമ്മമാരാണ്. അതുകൊണ്ട് ചിൽഡ്രൻ ആർ മോർ കംഫർട്ടബിൾ വിത്ത് ദെയർ ഫാദേഴ്സ് ദാൻ മദേഴ്സ്. ഇന്ന് അങ്ങനെയാണ്. ഈ പഠിക്കുക എന്നുള്ളത് വലിയൊരു അജണ്ടയായിട്ട് മാറിയതോടുകൂടി ട്യൂഷൻ എടുക്കുന്ന മുഴുവൻ അമ്മമാർക്ക് ഒന്നും അറിയാൻ മേലെങ്കിൽ എങ്ങനെയെങ്കിലും ട്യൂഷൻ എടുത്തേ പറ്റുള്ളൂ. അവരത് നോക്കി പഠിച്ച്, എനിക്കറിയാം പല അമ്മമാരും മക്കളുടെ മുമ്പിൽ പുസ്തകമൊക്കെ വായിച്ച് പഠിച്ച് ഇവർ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വൈകിട്ട് ട്യൂഷൻ കാശ് ലാഭിക്കാം. അപ്പോൾ ഇങ്ങനെ അമ്മമാരിലേക്ക് ആ കുടുംബത്തിൻ്റെ ഫൽക്രം തിരിഞ്ഞൊരു കാലമാണ്. അതുപോലെ തന്നെ വിശ്വാസികളെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സഹോദരിമാരാണ്. ഈ ആമ്പിള്ളേർ ഇങ്ങനെ കറങ്ങി നടന്ന് ഇത്തിരി സിനിമ കഥയൊക്കെ പറഞ്ഞ് റോഡിൽ കൂടെ പിള്ളേരെ കൂട്ടുകൂടി നടന്ന് ചായക്കടയിൽ പോയി ചായ കുടിച്ച് ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്ത് മുങ്ങാമെങ്കിൽ മുങ്ങി അങ്ങനെ നടന്ന് അവസാനം എക്സാമിനേഷൻ വരുമ്പം ഇവരെല്ലാം പെൺപിള്ളേർ മാർക്ക് കൊണ്ടുപോകുന്നു, ജോലി കൊണ്ടുപോകുന്നു. ഇപ്പം ഗൾഫിൽ അമേരിക്കയിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സഹോദരിമാർക്കാണ് കൂടുതൽ സാലറി. പുരുഷന്മാർ കൂടെ അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ മിക്കവാറുമൊക്കെ. അപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറേ നാൾ കഴിയുമ്പം, ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, മനോരമയിലൊക്കെ ഒരു പരസ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെയായിരിക്കും. കുഞ്ഞുങ്ങളെ നോക്കാനും കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ അറിയാവുന്ന പുരുഷന്മാരിൽ നിന്നും, പുരുഷന്മാരുടെ മാതാപിതാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കാര്യം പോക്കാണ്. കാരണം ഇന്ന് ഈ ആമ്പിള്ളേരെ കാണാനില്ല, ഒരിടത്തൊരു മീറ്റിങ്ങിനും കാണാനില്ല. ഒരു സൈഡ് അങ്ങ് ശുഷ്കമായി പോകണം. കാലത്തിൻ്റെ മാറ്റമാണ്. ഈ കാലത്തിൻ്റെ മാറ്റത്ത് വന്നിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനെന്തുകൊണ്ടാണ് ഒരു പോരാട്ടമെന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ആകാശത്തിലെ ശക്തിയുടെ ഒരു പരിപാടിയാണ്. ഈ ആകാശത്തിലെ ശക്തി എന്താണ്? ആകാശത്തിലെ ശക്തി അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആ ശക്തിക്ക് സമയവുമായിട്ട് എന്താണ് ബന്ധം? ടൈമും പിശാചും തമ്മിലുള്ള ബന്ധം എന്താണ്? ടൈമും സാത്താനും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ് ഈ സാത്താൻ സമയത്തിനകത്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ സമയം അന്ത്യകാലത്തേക്ക് രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്? ഇത് പറഞ്ഞു തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. എങ്കിലും നമുക്ക് ചുരുക്കമായി പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു സാത്താനല്ല, അത് മനുഷ്യനാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാത്താനോട് ദൈവം പറയാണ്, നീ ഇങ്ങ് വാടാ എന്ന് പറഞ്ഞാൽ വരണം, പോടാ എന്ന് പറഞ്ഞാൽ പോകണം. കാരണം സാത്താൻ ദൈവം പറഞ്ഞാൽ കേൾക്കും. നീ പത്രോസിനെ പരീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ പരീക്ഷിക്കില്ല. യോബിനെ പരീക്ഷിക്കാൻ പറഞ്ഞാൽ പരീക്ഷിക്കും. ചേസിനെ പരീക്ഷിക്കേണ്ട, വിട്ടേക്ക്, പരീക്ഷ അവൻ തോറ്റു പോകും, അതുകൊണ്ട് പരീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ പരീക്ഷിക്കും. നമ്മളെല്ലാം ഇങ്ങനെ നടക്കുന്ന അധികം പരീക്ഷിക്കപ്പെടാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പരീക്ഷിച്ചാൽ പോകുന്ന ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് പോകേണ്ടതെന്ന് സാധാരണ വരികയില്ല. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ല നമ്മുടെ തലയിൽ നിന്നൊരു തലമുടിനാര് പോലും പൊഴിച്ച് കളയാൻ അതെല്ലാം കർത്താവ് ഇങ്ങനെ എണ്ണി വെച്ചിരിക്കുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം പോയാൽ കർത്താവിന് അറിയാവുന്നുള്ളതുകൊണ്ട് ഈ സാത്താൻ അങ്ങനെ ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ അടുത്ത് ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല. ഇറ്റ്സ് എ ഹെൽപ്ലെസ് തിങ്. പിന്നെ നമ്മൾ പറയുമ്പോൾ സാത്താന് ഭയങ്കര ശക്തിയാണെന്നൊക്കെ പറയും. അത് സാത്താൻ്റെ ഒരു ടെക്നിക്കാണ്. ബലവും ബഹുമാനവും ശക്തിയും മഹത്വവും സ്വീകരിപ്പാൻ കുഞ്ഞാട് യോഗ്യം നമുക്കറിയാമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബലവും ശക്തിയും നമ്മൾ ആർക്ക് കൊടുക്കാറുണ്ട്? അപ്പോൾ പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും സാത്താനാണോ കുഞ്ഞാടിനാണോ ശക്തി എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് നമ്മളുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഈ പോരാട്ടം ശരിക്കും സാത്താനും ദൈവവും തമ്മിലല്ല, ദൈവവും മനുഷ്യനും തമ്മിലാണ്. കാരണം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനോട് സാത്താൻ പറയുന്നത്,
എനിക്കും ഒരു രാജ്യമുണ്ട്, ഞാനും ഒരു ദൈവമാണ്, നിങ്ങൾ എന്നെ ഒന്ന് വണങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാമെന്നല്ല സാത്താൻ പറയും. സാത്താൻ പറയുന്നത് നീ ദൈവമാക്, ഞാൻ നിന്നെ സഹായിക്കാമെന്നാണ്. പത്രോസിനോട് കർത്താവ് സാത്താനെ നീ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം എന്താണെന്നറിയോ? നീ എനിക്ക് ഇടർച്ചയാകുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് സാത്താനായി പോയത്? നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതത്രേ കരുതുന്നത്. അപ്പം മനുഷ്യർക്കുള്ളത് കരുതിയാൽ നമ്മൾ ആരാവും? ദൈവത്തിനുള്ളത് കരുതിയാൽ ദൈവത്തിൻ്റെ മക്കള്, മനുഷ്യർക്കുള്ളത് കരുതിയാൽ സാത്താനോ? അപ്പോൾ ഇന്നത്തെ വിശ്വാസങ്ങൾ മുഴുവൻ ദൈവത്തിന് വേണ്ടിയുള്ളതാണോ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണോ? ഓക്കെ, നമുക്ക് അങ്ങോട്ട് വരാം. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഗതി അനുസരിച്ച് ഇനി നമുക്ക് വേറൊരു കാര്യമുണ്ട്. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. അപ്പോൾ അന്ത്യകാലത്തേക്ക് ക്രിസ്ത്യാനിറ്റിക്ക് ഏറ്റവും വലിയ ശത്രുവായിട്ട് വളർന്നു വരാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്, ഹ്യൂമാനിറ്റി, സെക്യുലർ ഹ്യൂമനിസം. അതായത് മതത്തേക്കാൾ വലുതാണ് മനുഷ്യൻ, ദൈവമില്ല, മനുഷ്യനാണ് അവൻ്റെ അവൻ്റെ വിധിയുടെ നിയന്താവ് എന്നുള്ള ഫിലോസഫി. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കൾ, ഈ ലോകം, ഇതെല്ലാം നമ്മുടെ എൻജോയ്മെൻറ്റിനുള്ളതാണ് എന്ന ഫിലോസഫിയാണ് ഇന്ന് ലോകത്തെ ഭരിക്കാൻ പോകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഭരിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഹ്യൂമനിസം എന്ന് പറയുന്ന ആ സാധനം, മനുഷ്യൻ സ്വതന്ത്രനാണെന്നും സ്വതന്ത്രമായി അവൻ എൻജോയ് ചെയ്യാനുള്ള അധികാരം വേണമെന്നും, പേരൻറ്റിങ് എന്ന് പറയുന്നത് മാതാപിതാക്കളൊരു ശല്യമാണെന്നും, അത് നമ്മുടെ സ്വതന്ത്രമായ എൻജോയ്മെൻറ്റിന് എതിരാണെന്നും, മതവും ദൈവവും ഉപദേശങ്ങളും ഉപദേശിമാരും നമുക്ക് സ്വതന്ത്രമായി നടക്കാൻ അനുവദിക്കുന്നില്ലെന്നും, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കല്യാണം കഴിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ വേഷം ധരിക്കാനും ദൈവം അനുവദിക്കുന്നില്ല എന്നുള്ളതും, ദൈവമല്ല, ഈ സഭയും ദൈവവും ഒന്നും അനുവദിക്കുന്നില്ല എന്നുള്ളതും, മനുഷ്യ സ്വാതന്ത്ര്യത്തിന് ക്രിസ്ത്യാനിറ്റി എതിരാണെന്നും ആണ് ഇന്ന് പൊതുവെ ആളുകൾ നറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കിക്കഴിയുമ്പോൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ വ്യവസ്ഥ, ഹിന്ദുയിസം വേറൊരു മതം, ഇങ്ങനെ പല മതങ്ങളിൽ ഒരു മതത്തിൽ എൻ്റെ പേരൻസ് പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ തളർത്തി കളയുന്ന ഒരു മതത്തിനകത്ത്. അതിനകത്ത് വേറൊരു കുഴപ്പമുണ്ട്, നമുക്ക് ഇവരോട് സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെക്കാൾ വിവരമുണ്ട് ഇവർക്ക്. അത് ശരിയായ വിവരമാണോ എന്നുള്ള കാര്യം വേറെ കാര്യം, പക്ഷേ അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ വിവരമുണ്ട്. ഇവരുടെ കയ്യിരിക്കുന്ന ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്കറിയത്തില്ല, നമ്മുടെ കയ്യിരിക്കുന്ന സകല സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ അവർക്കറിയാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പിള്ളേരുടെ മേലുള്ള ഹോൾഡ് കുറഞ്ഞ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഒരു കൃഷിക്കാരുടെ സമൂഹമായിരുന്നുകൊണ്ട് അപ്പന് 10 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ മക്കൾ അപ്പനെ അനുസരിച്ച് അന്ത്യകാലം വരെ നിൽക്കും. അതെന്തിനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം അവസാനം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ്. അതായത് ഈ അവസാന സ്വത്ത് വീതിച്ചാലേ അടുത്ത തലമുറയ്ക്ക് അതിന് കൊടുക്കാനായി കിട്ടുള്ളൂ. അപ്പം അപ്പനെ ബഹുമാനിച്ചാണ്. അപ്പോൾ അന്നത്തെ തലമുറ എങ്ങനെയാണ്? ഇന്ന് അപ്പനമ്മമാരെക്കാൾ കൂടുതൽ സമ്പാദിക്കുന്ന മക്കളാണ്. മക്കൾ സമ്പാദിച്ചു തുടങ്ങി, അപ്പനമ്മമാർ കഷ്ടപ്പെട്ട് അവരെ കാനഡയിൽ വിട്ടു, എന്താ പറയുന്നത്, ജർമ്മനിയിൽ വിട്ടു, ഇംഗ്ലണ്ടിൽ വിട്ടു. അവിടെ ചെന്ന് ഇപ്പോൾ ഇവരെക്കാൾ കൂടുതൽ പൈസയായി, ഇപ്പോൾ ഇവരെ വേണ്ടതായി. അപ്പോൾ അപ്പനമ്മമാർ പറയും, ഇവിടെ കിടക്കുന്ന സ്വത്ത് വെച്ചാൽ പിന്നെ വില പേശുന്നത്, നിനക്കിതൊന്ന് തരൂടാന്ന് പറയുമ്പം ഇവിടെ കിടക്കുന്ന എന്തിനാ കളയുന്നതെന്ന് വിചാരിച്ചാണ് ഈ അപ്പനമ്മേനെ നോക്കുന്നത്. അവസാനം വീതിച്ച് കഴിയുമ്പോൾ ഒരു 10 സെൻറ്റ് അപ്പനമ്മയ്ക്ക് ഇട്ടേക്കും. സത്യം പറഞ്ഞാൽ ഇതൊന്നും അപ്പനോടും അമ്മയോടുള്ള സ്നേഹമല്ല, ഇതിന് കഴിഞ്ഞിട്ട് ഈ വരാനുള്ള പ്രോപ്പർട്ടിയോടുള്ള സ്നേഹമാണ്. നമ്മളെക്കാൾ കൂടുതൽ സമ്പാദിക്കുകയും നമ്മളെക്കാൾ കൂടുതൽ വിവരമുണ്ടാവുകയും നമ്മുടെ പിള്ളേർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. ഇതും നമ്മുടെ തലമുറയെ ബാധിക്കാൻ പോകുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നമാണ്. അമേരിക്കയിലേക്ക് ഓൾറെഡി ഇത് ബാധിച്ചു കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെസ്റ്റേൺ, ഞാൻ അവരുടെ കാര്യം എടുത്തു പറയാനുള്ള കാരണം, കൂടുതൽ പ്രോഗ്രസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ, എക്കണോമിക് പ്രോഗ്രസ് ഉള്ള സ്ഥലങ്ങളിൽ മാതാപിതാക്കൾ ഓൾറെഡി അധികപ്പറ്റാണെന്ന് നേരത്തെ അവർ തീരുമാനിക്കുന്നത് കൊണ്ട് മാതാപിതാക്കൾ തന്നെ മുൻകൂട്ടി പൈസ അടച്ച് അവരൊരു ഓർഫനേജിലേക്ക്, അല്ലെങ്കിൽ ഓർഫനേജ് എന്നാണ് പറയുന്നത്, ഓൾഡ് ഏജ് കെയർ ഹോമിലേക്ക് മാറുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നോടൊരു അമ്മ പറഞ്ഞാണ്, ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമാണ് നല്ലത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ പിന്നെയും സഹിക്കാം, ഈ കൊച്ചുമക്കളെ ഒട്ടും സഹിക്കാൻ മേല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് കുറച്ചൊക്കെ എന്നെ മനസ്സിലാവും. ഈ കൊച്ചുമക്കളോട് വന്ന് ഇടാന്ന് പഠിക്കണമെന്ന് പറയുമ്പോൾ അമ്മച്ചിക്ക് വരെ പണിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത പറയുന്നത്. എന്തൊക്കെയാണ് പിള്ളേർ പറയുന്നത് വല്യമ്മയ്ക്ക് പിടികിട്ടുന്നില്ല. പണ്ടൊക്കെ ഈ മുത്തശ്ശി കഥ പറയുമ്പോൾ കുഞ്ഞുങ്ങളടുന്ന് അടുത്തിരിക്കുമായിരുന്നു. ഇന്ന് മുത്തശ്ശിക്ക് അറിയാവുന്നതിനേക്കാളും 10 ഇരട്ടി കിടിലൻ കഥകളാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയുടെ കുറുക്കൻ, നീലക്കുറുക്കൻ വെള്ളത്തിൽ ചാടിയ കഥയൊന്നും ഈ പിള്ളേർക്ക് ദഹിക്കുകയില്ല. അവരിങ്ങനെ ഗൺ ഫയറൊക്കെ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീലക്കുറുക്കനും. അപ്പം മുത്തശ്ശിമാരുടെയും പിടിവിട്ടു, വല്യമ്മമാരുടെയും പിടിവിട്ടു.
മുത്തശ്ശി കഥ എന്ന് പറഞ്ഞൊരു പരിപാടി ഇന്നില്ല. അപ്പോൾ ശരിക്കും നമ്മുടെ കുടുംബത്തിൻ്റെ ലീഡർഷിപ്പ്, സമൂഹത്തിൻ്റെ ലീഡർഷിപ്പ് അടുത്ത ജനറേഷൻ കയ്യേൽക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ സെക്യുലർ ഹ്യൂമനിസം, ഫ്രീഡം, എൻജോയ്മെൻറ്റ് എന്നിവ രാജാവായി വരുമ്പോൾ ബാബിലോണിൻ്റെ മ്ലേച്ഛത ഇതിൻ്റെ ഈ മനുഷ്യൻ്റെ ഫ്രീഡത്തിൻ്റെ കൂടെയാണ് വരുന്നത്. നിങ്ങൾക്കറിയാമോ, ഇന്ന് സമൂഹം മുഴുവൻ, ലോകം മുഴുവൻ മനുഷ്യൻ്റെ എൻജോയ്മെൻറ്റ്, നമ്മളെപ്പോഴും മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ക്രിസ്ത്യാനിറ്റി ഈസ് എ റിലീജിയൻ ഓഫ് ഫ്രീഡം. ഈ ക്രിസ്ത്യാനിറ്റി നമുക്ക് തരുന്ന ഫ്രീഡം എന്ന് പറയുന്ന ലോകത്തിലൊരു മതത്തിനും തരാൻ സാധിക്കാത്ത ഫ്രീഡമാണ്. ചുമ്മാ പറയുന്നതല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, വസ്ത്രധാരണം ഇന്നത് വേണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേറൊരാൾക്ക് ഇടർച്ച ഉണ്ടാക്കാത്ത ഒരു സമൂഹത്തിൽ മാന്യമായ വസ്ത്രം, അത്രേ ഉള്ളൂ. എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എപ്പോൾ എഴുന്നേക്കണം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? എന്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്ര നേരം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തു പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടില്ല. കല്യാണം എങ്ങനെ നടത്തണം, ശിഷ്യന്മാരാരും കല്യാണം നടത്താൻ പോയതായിട്ട് കാണത്തില്ല. ഞായറാഴ്ച കൂടി വന്ന് എന്ത് ചെയ്യണം പറഞ്ഞിട്ടില്ല. ശവസംസ്കാരം നടത്തുമ്പോൾ എത്ര പേര് പ്രസംഗിക്കണം പറഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിക്കും, ഇതുപോലൊരു എന്നോടൊരു മുസ്ലിം ഒരിക്കൽ ചോദിച്ചാണ്, നിങ്ങൾക്ക് ഒരു മതവുമില്ല, ഞങ്ങൾക്കാണെങ്കിൽ ആഹാരം കഴിക്കാൻ പോകുന്നതിന് മുമ്പ്, ബാത്റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സാധനം അറബി ചൊല്ലിയാലേ അവർക്ക് അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അവർക്ക് ജീവിക്കാൻ തന്നെ ഈ മന്ത്രങ്ങളില്ലാതെ പറ്റിയല്ല, ഈ ചൊല്ലില്ല. നമുക്ക് ഇത് പ്രാർത്ഥിച്ചിട്ട് ആഹാരം കഴിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇനി കല്യാണം കഴിച്ചാൽ പെൺകുട്ടി എവിടെ താമസിക്കണം? ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണം, ഭാര്യയുടെ വീട്ടിൽ താമസിക്കണം? ബൈബിളിലൊന്നും പറഞ്ഞിട്ടില്ല. ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്നത്, നീ നിൻ്റെ അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഭാര്യ നിൻ്റെ പിതൃഗ്രഹത്തെയും ഒക്കെ മറന്ന് ഇവനോട് കൂടെ പറ്റിച്ചേരും. ഇവർ ഒരു ദേഹമായി തീരുന്നു. എന്തൊരു ഫ്രീഡം! സഹോദരന്മാർക്ക് പണിയെടുക്കാൻ പോകാം, സ്വതന്ത്രമായി ജീവിക്കാം. ഇത്രയും ഫ്രീഡം ലോകത്തിൽ നിങ്ങൾ ആലോചിച്ചോണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുസ്തകത്തിനകത്ത്, വേദപുസ്തകത്തിനകത്ത് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇന്നത്തെ തലമുറയ്ക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുമോ? ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പെൺകുട്ടി ഏതോ ഒരു കുടുംബത്തിൽ അമ്മമാർ താലോലിച്ച് വളർത്തി എടുത്തുകൊണ്ട് വന്ന കുഞ്ഞ് ഒരു ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ചെന്ന് കയറുന്നു. അവിടെ അയാളെ അനുസരിച്ചാൽ പോരാ, അയാളുടെ അപ്പനെ അമ്മയും ഒക്കെ അനുസരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു പെൺപിള്ളേർ മാത്രമുള്ളൊരു വീട്ടിൽ ആ പെൺപിള്ളേരെല്ലാം താലോലിച്ച് വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ഉള്ള കാശും പോയി, പിള്ളേരും പോയി. വാർദ്ധക്യകാലത്ത് ഈ കുഞ്ഞുമക്കളെ ഒന്ന് കാണണമെങ്കിൽ ഇവിടുത്തെ അവിടെ മകൾ തീരുമാനിച്ചാൽ പോരാ, മകളുടെ ഭർത്താവ് തീരുമാനിച്ചാൽ പോരാ, മകളുടെ അപ്പൻ തീരുമാനിക്കണം, മായപ്പൻ. അയാൾ ആരാന്നാണ് എൻ്റെ ചോദ്യം. ഇതെന്തൊരു ദുസ്വാതന്ത്ര്യമാണ് ശരിക്കും. ബൈബിൾ കൊടുക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് മുതലാക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ജഡത്തിൻ്റെ തൃപ്തിക്കുള്ള ഫ്രീഡത്തിന് വേണ്ടി നമ്മുടെ പിള്ളേർ നടക്കുകയാണ്. ഈ ജഡത്തിൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള ഫ്രീഡത്തിനകത്തുണ്ടാകുന്ന അപകടം എന്ന് പറയുന്നത്, എൻ്റെ സുഖം, എൻ്റെ പ്രൈവസി, എൻ്റെ ബോഡി. കഴിഞ്ഞ ദിവസം ഒരു കാർട്ടൂൺ ഞാൻ കണ്ടു. ഒരു സ്ത്രീയുടെ വയറ്റിലൊരു കൊച്ചു കിടക്കുകയാണ്, ഗർഭപാത്രത്തിലൊരു കുഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ സ്ക്രീനിൽ സ്കാനിങ് മെഷീനിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഈ സ്ത്രീയോട് പറയണം, കണ്ടോ നിങ്ങളുടെ കുഞ്ഞ്. അപ്പോൾ ഇവൾ അബോർട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം. അപ്പോൾ നഴ്സ് പറയാം, അത് ആ കുഞ്ഞിൻ്റെ ശരീരം, നിൻ്റെ ശരീരം. അപ്പം നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്വതന്ത്രമായി ഫ്രീ ആയിട്ട് ജീവിക്കാൻ, എനിക്ക് അയാളുടെ കൂടെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് രസമില്ല, ലൈഫിൽ എൻജോയ്മെൻ്റ് ഇല്ല. ഐ ക്ലോസ് ദാറ്റ് ചാപ്റ്റർ. രസമില്ലാതെ എന്തിനു ജീവിക്കണം? സ്വാതന്ത്ര്യം, രസിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതാണ് ഈ കാലത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു മോള് കോളേജിൽ പഠിക്കുകയാണ്. കോളേജിൽ ടീച്ചർ അവളോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയാം, നീ ഒരു പെൺകുട്ടിയായി ജനിച്ചു എന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട, പെൺകുട്ടിയായിട്ട് ജീവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിനക്ക് വേണമെങ്കിൽ ഒരാണായി ജീവിക്കാം, ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട്. ഇങ്ങനെയുണ്ട്. അത് ക്ലാസ്സിൽ പരസ്യമായിട്ട് എല്ലാവരോടും പറയുന്ന ആ സ്ത്രീ അങ്ങനെയാണ് ജീവിക്കുന്നത്. ആ സ്ത്രീ വേറൊരു ലേഡി പാർട്ട്ണറോടെയാണ് ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് ജീവിക്കുക. ഈ പ്രൊഫസർ പിള്ളേരെ 18 വയസ്സും 19 വയസ്സുള്ള പിള്ളേർ പറഞ്ഞു കൊടുക്കുന്നതാണ് ഹോമോസെക്ഷുവാലിറ്റി. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രായമാകുമ്പം ലൈംഗിക തൃഷ്ണകൾ വളർന്നു വരുന്ന സമയത്ത് ഒരാൺകുട്ടിയും പെൺകുട്ടിയും കൂടെ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കുശ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പുറത്ത് അവനെന്തായി പറയുന്നത്, ഇത്ര നേരമായി. ആ സഹോദരൻ, ആൺപിള്ളേർ എന്നാ പറഞ്ഞാലും നോ പ്രോബ്ലം.
പെൺപിള്ളേർ എന്നാ പറഞ്ഞാലും നോ പ്രോബ്ലം, അവർക്ക് സ്വാതന്ത്ര്യം. അവരെതിരേലും ട്രിപ്പ് പോയി, ഇതാ പോകുന്നു, എങ്ങോട്ടാ പോയി ആർക്കും അറിയാമോ. ദ എക്സ്പ്ലോർ ദാറ്റ് സെക്ഷ്വാലിറ്റി വിച്ച് ഗോഡ് പ്രൊഹിബിറ്റഡ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് പതുക്കെ പതുക്കെ ഒരു ലീഗൽ നോമായി വരുന്നു ആദ്യം, ഇനി അതൊരു സോഷ്യൽ നോമായി വരും. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മൾ ആരെങ്കിലും ഹോമോസെക്ഷുവാലിറ്റിക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ പറയാൻ, കണ്ടോ മനുഷ്യത്വമില്ലാത്തവർ, മനുഷ്യരെ സ്നേഹിക്കണ്ടേ, ഹോമോസെക്ഷൽസിനെ സ്നേഹിക്കണ്ടേ. അപ്പോൾ തലമുറ മുമ്പോട്ട് പോകുന്നതോറും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നോർമലായി ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ സംഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പതുക്കെ പതുക്കെ ഇത് ഒരിടത്തും ഒരു പ്രശ്നമല്ലാതായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു നമുക്കും ഒന്നും പ്രശ്നമല്ല, എന്ത് കേട്ടാലും പ്രശ്നമല്ല, എന്ത് ചെയ്താലും പ്രശ്നമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് സഭയും വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇതിനകത്തെ പരിതാപകരമായ അവസ്ഥ. അന്ത്യകാലത്ത് എല്ലാ മ്ലേച്ഛതകളും നമുക്ക് അംഗീകരിക്കത്തക്കതായിട്ട് തോന്നും. അതിൻ്റെ കാരണം ഈ മനുഷ്യൻ രാജാവായി, അവൻ്റെ എൻജോയ്മെൻറ്റ് രാജാവായി വരുന്നത് കൊണ്ടാണ്. ഇതിനെങ്ങനെ പോരാടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പോരാട്ടമാണ്. ഈ പോരാട്ടം എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ ശക്തമായ പോരാട്ടത്തിൽ നമ്മൾ പ്രവേശിക്കേണ്ടത്. ഇത് വഴക്ക് പറഞ്ഞാലൊന്നും നടക്കില്ല, കാരണം നമ്മുടെ കയ്യിൽ അത്രയും വിവരമില്ല. വഴക്ക് പറയാൻ മാത്രമുള്ള വിവരം നമുക്കില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്? ഓക്കെ, ഈ പിള്ളേർ വളർന്നു വരുമ്പോൾ അവർക്ക് ചില വിശ്വാസ പരാജയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മതത്തിലുള്ള വിശ്വാസം ബേസിക്കലി നമ്മുടെ ഇടയിൽ നഷ്ടപ്പെടുന്നത്. കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് മതത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത്? കാരണം മതം മിസ്റെപ്രസെൻ്റ് ചെയ്താണ് അവർക്ക് ലഭിക്കുന്നത്. ദേ ഡോണ്ട് ഗെറ്റ് ദ കറക്റ്റ് ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി. ഞാനൊരു ഓർത്തഡോക്സുകാരനായിട്ട് വളർന്ന ആളാണ്. എനിക്ക് ശാസ്ത്രമായിരുന്നു ഏറ്റവും ഇഷ്ടം. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഫിസിക്സാണ്. പക്ഷേ ഫിസിക്സ് എന്നുള്ളതിനേക്കാളും എനിക്കതിൻ്റെ ഫിലോസഫിയോടായിരുന്നു കൂടുതൽ താല്പര്യം. അതായത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ തത്വചിന്ത. അപ്പോൾ ഞാൻ അതിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു നിരീശ്വരവാദി നോക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരൊരു ലെൻസ് വെച്ച് ഈ ഭൂമിയെ നോക്കുന്ന, ഒരു ഗ്ലാസ് വെച്ച്, ആ ഗ്ലാസ്സിന് ഒരു കളറും ഇല്ല, ഒരു മതത്തിൻ്റെയും കളറില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് ന്യൂട്രൽ ഗ്ലാസ്. നിങ്ങൾ തുണിക്കടയിൽ പോയാൽ നിങ്ങൾ ഏത് തരം ഗ്ലാസ് വെച്ചാലാണ് കറക്റ്റ് തുണി നിങ്ങൾക്ക് കിട്ടുന്നത്? ഒരു കളറോ ഇല്ലാത്ത തുണി വെച്ചാലാണോ, അത് എന്തെങ്കിലും പച്ച കളറോ മഞ്ഞ കളറോ ഒക്കെയുള്ള ഗ്ലാസ് വെച്ചുകൊണ്ട് പോയാലാണോ കറക്റ്റ് കളർ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? പ്ലെയിൻ ഗ്ലാസ് വെക്കണം. അപ്പോൾ ഒരു കളറും ഇല്ലാത്ത ഗ്ലാസ് വെച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കളർ കിട്ടുള്ളൂ, അല്ലേ? ഓക്കെ. അപ്പോൾ നിരീശ്വരവാദികൾ അതാണ് പറയുന്നത്. യുക്തിവാദികൾ പറയുന്നത് നിങ്ങൾ ഒരു മതത്തിൻ്റെയും കളറില്ലാതെ ജസ്റ്റ് പ്ലെയിൻ കണ്ണിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന കാഴ്ചയാണ് യഥാർത്ഥം. നമ്മളെല്ലാം ഓരോ മതങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടവരാണ്. അപ്പോൾ ആര് കേട്ടാലും ശരിയല്ലേ? ശരിയാണ്. ഞാൻ ആ പെൺകുട്ടിയുടെ ഒരു പ്രൊഫസറുടെയും കഥ പറഞ്ഞല്ലോ. ആ പ്രൊഫസറുടെ ഈ പെൺകുട്ടി ചോദിച്ചു, ഇപ്പം 3 സെമിനാർ ഇവിടെ നടന്നു, 3 സെമിനാറിലും ഹോമോസെക്ഷുവാലിറ്റിക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പ്രകൃതിയിൽ തന്നെ സ്ത്രീയും പുരുഷനും ഉണ്ടല്ലോ, അങ്ങനെയാണല്ലോ ഈ സമൂഹങ്ങൾ നിലനിന്ന് പോകുന്നത്, ജനങ്ങൾ പ്രൊക്രിയേഷൻ നടക്കുന്നത്, കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടാണ് ഒരു എതിരഭിപ്രായം പറയാൻ ഒരവസരമില്ലാത്തത്? എന്തുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് ഒരു സെമിനാർ ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ പ്രൊഫസർ എന്താ പറയുന്നറിയോ? നിന്നെ ഏതോ മതം ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക. എന്നാലോചിച്ച് നോക്കി, മതം വേണോ? ഈ പ്രകൃതിയിലുള്ള നോർമലായിട്ടുള്ള കാര്യം അറിയാൻ എന്തിനാണ് മതം? ഒരു സ്ത്രീയും പുരുഷനും തമ്മിലാണ് വിവാഹം കഴിക്കേണ്ടതെന്ന് പ്രകൃതിയാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്, മതത്തിന് മുമ്പ് തന്നെ. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പിള്ളേരുടെ ഫെയ്ത്തിൽ അവർ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഫെയ്ത്ത് കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, കറക്റ്റ് ക്രിസ്ത്യൻ ഗ്ലാസസ് അവർക്ക് കിട്ടാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ മതത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് എല്ലാം കാണുന്നത്. അതിനേക്കാൾ ബെറ്റർ കണ്ണട ഈ ന്യൂട്രൽ കണ്ണടയാണെന്ന് അവർ പറയുമ്പോൾ ഇവർ വിശ്വസിക്കും. ഞാൻ അതുകൊണ്ട് ഇതെന്തോ അന്ന് ഞാൻ ഒന്ന് വിശദീകരിക്കാം, അപ്പോൾ മനസ്സിലാവും. ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ എങ്ങനെയാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്? ഒരു കുഞ്ഞിനെ വിശ്വാസം പഠിപ്പിക്കുമ്പോൾ അവരോട് പറയും, മോനെ യേശുപ്പച്ചോട് പ്രാർത്ഥിച്ചാൽ യേശുപ്പച്ച കേൾക്കും. ഇത് കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ടോ? എനിക്കൊരു ഷൂസ് വേണം പപ്പ, നീ യേശുപ്പച്ചോട് പ്രാർത്ഥിക്കുക, ഷൂസ് യേശുപ്പച്ച തരും. യേശുപ്പച്ച ഷൂസ് കൊണ്ട് തരുമോ? സത്യം പറ, തരുമോ? ആര് തരണം? ഈ അപ്പൻ പൈസ കൊടുത്ത് കടയിൽ പോയി വാങ്ങിച്ച് ഷൂസ് കൊണ്ട് തരണം. പിന്നെ ആ പേരാർക്കാം? എത്ര നാൾ ഈ പിള്ളേരെ ഇങ്ങനെ പറ്റിക്കാൻ പറ്റും? കുഞ്ഞു പിള്ളേരായിരിക്കുമ്പം അവർ വിചാരിക്കും രാത്രി ഉറങ്ങി കിടന്നപ്പോൾ യേശുപ്പച്ച വന്നായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ അവർ വിചാരിക്കാം അപ്പൻ്റെ അമ്മയുടെ തട്ടിപ്പുകളാണ് ഇതെല്ലാം, ഈ മതം തന്നെ ഒരു തട്ടിപ്പാണ്, ഇതൊന്നും നമ്മൾ വിചാരിക്കുന്നതിനൊന്നും കാര്യം നടക്കില്ല. കാരണം
ഇത് വെച്ചോണ്ട്, ഞാൻ ഈ ഷൂസ് കിട്ടിയ കഥ വെച്ചോണ്ട് ഞാൻ എക്സാമിനേഷൻ പഠിക്കാതെ അവസാനം പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് എല്ലാ ബുദ്ധിയും തരണേ എന്ന് പറഞ്ഞ് പോയി എക്സാം എഴുതി തോറ്റുപോയി. പഠിക്കാത്തവൻ മറ്റേ ദൈവത്തെ വിളിക്കുന്നവൻ 1ാം റാങ്ക് മേടിച്ചു. അപ്പം ഈ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ പറ, എന്തെങ്കിലും കാര്യമുണ്ടോ? കോവിഡ് വന്നപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള മരണനിരക്ക് 2%, അവിശ്വാസികളുടെ നിരക്കുള്ള മരണനിരക്ക് 2%, പ്രാർത്ഥിക്കാത്ത നിരീശ്വരവാദികളുടെ ഇടയിലുള്ള 2%, ഹിന്ദുക്കളുടെ 2%, എല്ലാവർക്കും 2%. അതെന്തായാലും നമ്മൾ കുറേ പ്രാർത്ഥിച്ചില്ല, എന്തെങ്കിലും നടന്നോ? വിശ്വാസം പോയോ? ഇനിയും വിശ്വാസം കളയാം. 10 പേര് ഒരു ബിസിനസ് തുടങ്ങി, വിശ്വാസികൾ. 2 പേരുടെ ബിസിനസ് ജയിച്ചു. അവർ സാക്ഷ്യം പറഞ്ഞു, കർത്താവ് വൈബ്രേഷനോടെ അവരുടെ ബിസിനസ്സിനെ സഹായിച്ചു. ബാക്കി 2 പേര് പൊട്ടിപ്പൊളിഞ്ഞു പോയി. അവർ എന്തോ ശാപം കിട്ടിയോണ്ടാണെന്ന് പ്രവാചകന്മാർ പറഞ്ഞ് വിശ്വസിച്ച് നടക്കുക. ഇതൊക്കെ വിശ്വസിക്കുന്ന പിള്ളേരെ അവർക്ക് വിശ്വസിക്കാൻ പറ്റിയല്ല. കാരണം ഇത് മനുഷ്യ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. എങ്ങനെ ഇത് വിശ്വസിക്കും? പിന്നെ 6 പേര് നാളെ ശരിയാവും, കുറച്ചുകൂടെ ദശാംശം കുറഞ്ഞു പോയോണ്ടായിരിക്കും എന്ന് ഇത്തിരിയുടെ പൈസ ഇട്ട് നോക്കാം എന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും അമർത്തി കുലുക്കി കവിയാത്തതെന്ന് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇട്ട് കാത്തിരിക്കുന്നു. ഇത് വിശ്വാസികളുടെ കഥ മാത്രമല്ല, അവിശ്വാസികളുടെ ഇങ്ങനെ തന്നെയാണ്. 10 പേര് ബിസിനസ് തുടങ്ങിയ 2 പേര് ജയിക്കും. ജയിച്ചവരല്ല ഞങ്ങളുടെ ദൈവമാണ് ജയിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. ഇതാണോ ഫെയ്ത്ത്? അപ്പോൾ പിള്ളേർ വളർന്നു വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, രോഗം വന്നു പ്രാർത്ഥിച്ചിട്ട് മാറിയില്ല, ജോലി പ്രാർത്ഥിക്കാത്തവന് കിട്ടി. എന്താ? ഓ, അപ്പോൾ എന്നാ പ്രാർത്ഥിച്ചാലും കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല സഹോദരങ്ങളെ, ഒരു ഗ്യാരണ്ടി ഇല്ല. നിങ്ങളുടെ പല പ്രവാചകന്മാരും വന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ വൈകിട്ടും വന്ന് പറയുമായിരിക്കും ഈ ആഴ്ച വിടുതലാണ്, നടക്കൂല. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. കാരണം എന്താണെന്നറിയോ? ആവക യാതൊരു പ്രോമിസും ബൈബിളിലില്ല. ബൈബിളിൽ എവിടെയാണ് നിന്റെ ബിസിനസ് നന്നാക്കാന്നുള്ള പ്രോമിസ്? എവിടെ? അപ്പം നിങ്ങളൊരു പഴയ നിയമം ആവർത്തന പുസ്തകം ഇല്ല. നിങ്ങളൊന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കി. ഒറ്റ ചോദ്യമുള്ളൂ, അഭിഷേകമുള്ള ആർക്കും ഈ വക ഒരു സാധനവും കിട്ടിയിട്ടില്ല പഴയ നിയമത്തിൽ. ഹാബേൽ നല്ലൊരു യാഗം അർപ്പിച്ചാൽ അന്ന് തന്നെ തട്ടിപ്പോയി. ഒരു പച്ചവെള്ളം പോലും ഒരു ഗ്ലാസ് കിട്ടാതെയാണ് ഹാബേൽ മരിക്കാൻ സാധ്യത. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ അത്രയും നല്ല യാഗം കഴിച്ചിട്ട് ഹാബേലിന് ഈ മണ്ണിൽ ദൈവം ഒന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇനി അബ്രഹാം വലിയ മുതലാളിയാണെന്ന് നമ്മുടെ വിചാരം. പക്ഷെ എബ്രായ ലേഖനം വായിച്ചപ്പോഴാണ് മനസ്സിലായത്, പുള്ളി വീട് വേണ്ടെന്ന് വെച്ചാൽ ടെൻ്റ് അടിച്ച് താമസിക്കുമായിരുന്നു, ഒന്നും സംഭരിക്കാതെയാണ് ജീവിച്ചത്, അലഞ്ഞിരിഞ്ഞ് കൂടാരങ്ങളിൽ വസിക്കുമായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലായത്. മോശെ ഒരു നല്ല ചരമപ്രസംഗം പോലും പുള്ളിക്ക് കിട്ടിയില്ല. എവിടെ മരിച്ചതെന്ന് പോലും അറിയത്തില്ല, മരിച്ച സ്ഥലം, ബറി ചെയ്ത സ്ഥലം അറിയില്ല, കനാൻ ദേശത്ത് കയറിയ പോലും ഇല്ല. നിയമം കൊടുത്തയാളുടെ സ്ഥിതി അതാണെങ്കിൽ നിയമം വായിക്കുന്നയാളുടെ സ്ഥിതി എന്തായിരിക്കും? ഇനി താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ പ്രവാചകന്മാർ യശയാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ഓശയ, ജോയൽ, യോവേൽ, ഇവരൊക്കെ എവിടെ മരിച്ചു, എങ്ങനെ മരിച്ചു? കല്ലേറ് കൊണ്ടും അതിൽ അലഞ്ഞ് ഒഴുന്ന് നടന്നും ഏരിയാവൊക്കെ അവിടെ പോയി എന്തോരോ കഷ്ടപ്പെടുന്നു. ഇവർക്ക് എന്തോ കിട്ടിയത്? ഈ പ്രോമിസൊക്കെ നമ്മൾ എവിടെ നിന്നായി സംഘടിപ്പിച്ചുകൊണ്ട് വരുന്നത്? ഇതാണോ ക്രിസ്ത്യൻ ഫെയ്ത്ത്? ഇപ്പം കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ അവർക്ക് കൊടുക്കുന്ന വിശ്വാസം എന്തിൻ്റെ പേരിലുള്ളതല്ല, വാക്ക്. നോക്കി കഴിഞ്ഞാൽ ഈ ദേശം മുഴുവൻ നമ്മൾ അവകാശമാക്കിയേനെ. പഞ്ചസാര ഇട്ട് പ്രാർത്ഥിക്കുന്നവരും അല്ലേ, കേട്ടിട്ടുണ്ടോ? അത് അടുത്ത പറമ്പിലേക്ക് കുറച്ച് പഞ്ചസാര വിതറി അവകാശം പറഞ്ഞ്, ഈ പറമ്പിനെ ഞാൻ അവകാശം പറഞ്ഞു, കേട്ടില്ല? അത് ഞാൻ കണ്ടിട്ടുണ്ട്. പഞ്ചസാര ഉപ്പ് കണ്ടിട്ടുണ്ടാവും അല്ലേ? ആ തലമുറ അത് അത്രയും മണ്ടത്തരം ഇപ്പം ഇല്ല, അത് വേറൊരു തരത്തിലാണ് ഇപ്പം മണ്ടത്തരങ്ങൾ വളരുന്നത്. അപ്പോൾ ഈ വിദ്യാഭ്യാസം കിട്ടി വരുന്ന പിള്ളേരോട് ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞാൽ അവർ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ ഇത് നടക്കുന്നില്ല. അപ്പോൾ അവരുടെ പ്രൊഫസർമാർ മിക്കവാറും നിരീശ്വരവാദികൾ. അവർ പറയടാ, ബുദ്ധിയില്ലേ, നീ എന്തായി പറയുന്നത്? നീ ആഭരണം ധരിക്കാതെ സിനിമയും കാണാൻ നടന്നുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനമുണ്ട്? പരീക്ഷയ്ക്കാണെങ്കിൽ മാർക്കും ഇല്ല, ജലദോഷം മാറിയിട്ട് സമയമില്ല. നീ ആദ്യം പ്രാർത്ഥിച്ച് ഇത് മാറ്റുക എന്ന് പറയുമ്പോൾ ഇവൻ ആലോചിക്കും, എൻ്റെ ദൈവമേ എന്താണ് ഒന്നും മാറാതെ, എന്ത് വിശ്വാസമാണ് ഈ അപ്പനും അമ്മയും? അവൻ്റെ കൂടെ ഈ മദേഴ്സ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു പ്രത്യേകതരം സ്പിരിച്വാലിറ്റി ഉണ്ട്, ഫാദേഴ്സ് സ്പിരിച്വാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അത് മഹാബോറിങ്ങാണ് ഞാൻ പിള്ളേർക്ക് പ്രത്യേകിച്ച്. കാരണം ഈ രാവിലെ എഴുന്നേറ്റ് അല്ല വൈകിട്ട് 7 മണിയാകുമ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ പ്രാർത്ഥന നിർത്തുകയില്ല.
അതെന്നാൽ പ്രൈവറ്റായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. ഈ പിള്ളേർക്ക് ഇതിൽ യാതൊരു താല്പര്യമില്ല. ഇവർ താല്പര്യമില്ലാതെ ഈ പിള്ളേരെ പിടിച്ചിരുത്തിയിട്ട് അച്ചായന് വേണ്ടിയും കൊച്ചമ്മയ്ക്ക് വേണ്ടി, അപ്പുറത്തെ വീട്ടുകാർക്ക് വേണ്ടി, ഇപ്പുറത്തെ വീട്ടുകാർക്ക് വേണ്ടി, പള്ളിയിലുള്ള എല്ലാവർക്കും വേണ്ടി, പിന്നെ റീജിയൻ, സൺഡേ സ്കൂൾ, CM ഉൾപ്പെടെ പിള്ളേർക്ക് മൊത്തം ഇതൊരു 10-25-30 മിനിറ്റ് ഈ പിള്ളേർക്ക് അറിയത്ത് പോലും ഇതാക്കി ആരൊക്കെയാണ്. ഇവരതിനിടയിലിരുന്ന് ഉറങ്ങി വയ്യ, തൂങ്ങി അവസാനം ഒരു കാര്യം മനസ്സിലാക്കി, ഹോസ്റ്റലിൽ പോട്ടെ, ഇനി മേലെ ഈ പരിപാടിക്ക് ഇവരിയ്ക്കുമോ? ഇരിക്കുകയല്ല, ബോറടിച്ചവർ മടുക്കുക. ഈ പിള്ളേരെ മതം പറഞ്ഞ് ബോറടിപ്പിച്ച് നമ്മൾ ആ മതത്തിനകത്തോട്ട് കയറ്റി ഇവർക്ക്, നിങ്ങൾ ആലോചിക്കുക, ക്രിക്കറ്റ് മാച്ച് കാണുന്നതാണോ ഈ പ്രാർത്ഥനയ്ക്ക് അമ്മയുടെ കൂടെ ഇരിക്കുന്നതാണോ രസം? പറ പെട്ടെന്ന് പറ. എന്താ നിങ്ങൾ മിണ്ടാത്തെ? ആ പേടിയല്ലേ? കുഴപ്പമില്ല. അപ്പം നമുക്ക് പിള്ളേർക്ക് മനസ്സിലാകാത്ത ഒരു സ്പിരിച്വാലിറ്റി, ഒരു മദേഴ്സ് സ്പിരിച്വാലിറ്റി, അവർക്ക് വേവലാതിയാണ്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു പോടാ. പ്രാർത്ഥിക്കാത്തവനൊക്കെ സുഖമായിട്ട് വണ്ടി അടിച്ച് അവിടെ എത്തി. പ്രാർത്ഥിച്ച ആൾക്കാർ പലരും എത്തുന്നില്ല. ഈ ഒരു കൺഫ്യൂഷനകത്തേക്ക് ഈ കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പോഴേക്കും ദേ ലൂസ് ഫെയ്ത്ത്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആരും ഇങ്ങനെ പറയാൻ സാധ്യതയില്ല. കാരണം ഈ വിശ്വാസം വെച്ചാണ് നമ്മളെല്ലാം ജീവിച്ചു പോകുന്നത്. ഇത്തിരി വെള്ളം കൂടെ കുടിക്കട്ടെ. പ്രവാചകന്മാർ ജീവിക്കുന്ന ഈ വിശ്വാസം വെച്ചാണ്, അല്ലേ? നാളെ രക്ഷപ്പെടും, അടുത്ത ജൂലൈ മാസത്തിൽ ഒരു വിടുതൽ വരുവാണ്. ഏത് ജൂലൈ അതറിയത്തില്ല, അടുത്തൊരു ജൂലൈ, ഏതോ ഒരു ജൂലൈ. ഞാനൊരു ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പം അവർ 2ാം നില പണിയാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ഞാൻ ആകെ 10-15 പേരെ ഈ ചർച്ചിലുള്ളൂ. എന്തിനാ 2ാം നില എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുമ്പോൾ വാഗ്ദത്വം ഉണ്ട് ബ്രദറെ. ഞാൻ എന്ത് വാഗ്ദത്വം? എത്ര അധ്യായം, എത്രാം വാക്യം? എന്നാലും പറയാം, കഴിഞ്ഞ ആഴ്ച ഒരു പ്രവാചകൻ പറഞ്ഞാൽ നിങ്ങൾ 2ാം നില പണിയ വിശ്വാസത്താൽ ഈ സഭയെ ഞാൻ നിറയ്ക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ പുള്ളിക്ക് പൈസ കിട്ടണമെങ്കിൽ നല്ലത് പറഞ്ഞാലേ കിട്ടുള്ളൂ. ആ ബാൽക്കണിയുള്ള വലിയ പള്ളിയാണെങ്കിൽ നിങ്ങൾ ആദ്യം അയാളെ വിളിക്കുമല്ലോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ ബിസിനസ് വളരുന്നത്. ഞാൻ രഹസ്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നങ്ങ് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നന്മ മാത്രമേ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പ്രവാചകന്മാരൊന്ന് പ്രവചിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയമാണ്. അവർ വരുമ്പം തന്നെ നമ്മൾ പേടിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ഒന്നും വെളിപ്പെടുത്തല്ലേ, ഒന്നും പറയല്ലേ, ഇനി മേലെ ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാമേ, ഒരു തെറ്റും ചെയ്യത്തില്ല. അവരേതായാലും കർത്താവിൻ്റെ കൃപയാൽ ഒന്നും പറയല. നമ്മൾ പിന്നെയും പഴയ പോലെ ആവും. കാരണം ഇനി പ്രവാചകനെ പേടിക്കുന്നത്. അടുത്ത പ്രാവശ്യം പ്രവാചകൻ വരുമ്പോൾ ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കും. ഇതായിരുന്നു എൻ്റെ സ്ഥിരം പരിപാടി. പക്ഷേ ഇന്ന് പ്രവാചകന്മാരെ കാണുമ്പോൾ ഒരു പേടിയില്ല. കാരണം അവർ നിങ്ങളെ മഞ്ഞുള്ള ദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നവരാണ്. അവരൊരു കുഴപ്പവും നിങ്ങളോട് പറയാൻ പോകുന്നില്ല. കാരണം ഈ സുഖവും രസവും നമ്മുടെ തലയ്ക്കകത്തോട്ട് വന്ന ആ എൻജോയ്മെൻറ്റ് മതത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പം മുഴുവൻ ശുശ്രൂഷകളും എങ്ങോട്ട് പോയി? മഞ്ഞുള്ള ദേശത്തെ ലക്ഷ്യമാക്കിയുള്ളതായി മാറി. ഇതൊന്നും വാഗ്ദത്തങ്ങളല്ല, ഇതൊന്നും ബൈബിളിലുള്ള വാഗ്ദത്തമല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ, ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട് യാത്ര ചെയ്തപ്പം എൻ്റെ മകൻ എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, നമ്മളെല്ലാം കർത്താവ് തൂത്ത് പറക്കി നരകത്തോട്ട് ഏത് സമയത്ത് ഇടാവുന്നത്ര സ്വഭാവമാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. പക്ഷെ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന്. ആ ഒരു വാഗ്ദത്തം ദൈവത്തിന് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളെ അവൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എന്താണ് ശരിക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം? എന്താണ് വിശ്വാസം? എന്ത് വിശ്വാസമാണ് ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ടത്? എവിടെയാണ് ക്രിസ്ത്യൻ ലൈഫ്, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴാണോ അതൊരു ന്യൂട്രൽ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴാണോ ശരിയായ കാഴ്ചകൾ ഞാൻ കാണുന്നത് എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഐ ഓൾവേസ് ബിലീവ്, ഞാനൊരു നിരീശ്വരവാദത്തിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയോട് വന്ന ഒരാളായതുകൊണ്ട് ഈ 2 കാഴ്ചകളിലുമുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട്, ബോധ്യമുണ്ട്. ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരാൾ മനസ്സിലാക്കിയാൽ അതിനൊരു കളറുണ്ട്, അതിനൊരു ക്രിസ്തുവിൻ്റെ കളറുണ്ട്. അത് ന്യൂട്രൽ ഗ്ലാസ് അല്ല. ആ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോഴാണ് നിത്യതയുമായി ബന്ധപ്പെട്ട എന്നേക്ക് നിലനിൽക്കുന്ന ഒരു സത്യത്തിൻ്റെ കാഴ്ച നമ്മളെല്ലാവരെ കുറിച്ചും കാണുന്നത്. ഈ ക്രിസ്ത്യൻ ഗ്ലാസ് നമ്മുടെ സഭകൾക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു മതമല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ ജീവൻ ജീവിതമായി മാറുന്ന ഒരു കാഴ്ചയാണ് എന്ന് മനസ്സിലാകുന്നത്. ഈ കാഴ്ച കിട്ടിയ ഒരാൾ പോലും പിന്മാറി പോവുകയില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മനോഹരമായ ഒന്നും വേറെ ലോകത്തിലില്ല. ഞാൻ ഇതൊരു ഒരു ന്യൂട്രൽ, അതായത് ഒരു ക്രിസ്ത്യൻ പ്രീച്ചർ എന്നുള്ള രീതിയിലല്ല ഞാനിത് സംസാരിക്കുന്നത്. ഒരു യുക്തിയോടെ ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും, ഉദാഹരണത്തിന് ഒരു ക്രിസ്തീയ കാഴ്ച നമ്മളിങ്ങനെ കാണുകയാണ്. നിങ്ങളോട് വഴക്കുണ്ടാക്കുന്ന ഒരാൾ, ഓക്കെ, ഈ വഴക്കുണ്ടാക്കുന്ന ഒരാളോട് നിങ്ങളുടെ സ്വാഭാവികമായ പ്രതികരണം എന്താണ്? 2 വാക്ക് തിരിച്ചു പറഞ്ഞ് അവനെ നിയന്ത്രിക്കുക. ഇപ്പം 2 വാക്ക് തിരിച്ചു പറ, നീ ഒട്ടും മോശക്കാരനല്ലെന്ന് തെളിയിക്കണം. കാരണം എന്താ?
ആ പ്ലസ് അവിടെ എന്താണോ എക്സ്ട്രാ വന്നത് അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യണം, അല്ലേ? എന്നാലേ നമുക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയാൾ പറയുന്ന മറ്റൊരു വിശ്വസിക്കും, മറ്റൊരാൾ വിശ്വസിച്ച് ഇങ്ങനെ നമുക്ക് ഒത്തിരി ശത്രുക്കളുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം തന്നെ അത് എന്ത് ചെയ്യണം? തടയണം. ഓക്കെ. എന്നാൽ ക്രിസ്ത്യൻ കാഴ്ചപ്പാട് എന്താ പറയുക? ക്രിസ്ത്യൻ കാഴ്ചപ്പാട് പറയുന്നത് നിന്നെ ഉപദ്രവിക്കുന്നവനെ നീ സ്നേഹത്തോടെ നോക്കണം. അവനെ നിത്യതയിൽ നിന്റെ കൂടെ ഇരിക്കുന്നതായിട്ട് നീ വിശ്വാസത്താൽ കാണണം. അപ്പോൾ അവനോട് നിന്റെ ഉള്ളിൽ എന്തുണ്ടാകണം? സഹോദരനോടുള്ള സ്നേഹം ഉണ്ടാകണം. വയറ്റിൽ കിടക്കുന്ന കൊച്ചിനോട് ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയോടുള്ള മകനോടുള്ള സ്നേഹം ഉണ്ടാകണം, മകളോടുള്ള സ്നേഹം ഉണ്ടാകണം. അതുണ്ടായി കഴിഞ്ഞാൽ ഈ അബോർഷന് പോവില്ല. അതുപോലെ ഭർത്താവും ഭാര്യയുമുള്ള ലൈഫിൽ മടുത്ത് കഴിയുമ്പം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരി ഒരു ദിവസം എന്നോട് പറഞ്ഞു, എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ഉപദ്രവമാണ്, എൻ്റെ ഭർത്താവ് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു, ചവിട്ടുന്നു, തുപ്പുന്നു, അടിക്കുന്നു, ഭയങ്കര വയലൻ്റ് മർദ്ദനമാണ്, എനിക്ക് ശരീരത്തിനൊന്നും സുഖമില്ലാതായി, മക്കളെ തല്ലുന്നു. അപ്പോൾ ഈ വർണ്ണനകളുടെ ആ ലെവൽ കണ്ടപ്പോൾ ഞാൻ ആ സഹോദരി പറഞ്ഞു, നിങ്ങൾ കുറച്ചാളൊന്ന് മാറി താമസിച്ചിട്ട് ഈ ആളെ ഒരു കൗൺസിലിങ്ങിന് വിട്, ആരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചൊരു കൗൺസിലിംഗ് ഇടാൻ പറഞ്ഞു. പുള്ളിക്കാരി ആ ശരി എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ വിളിച്ച് എന്ത് തീരുമാനിച്ചെന്ന് ചോദിച്ചാൽ പറയാം, പാസ്റ്ററെ ഞാൻ എങ്ങും പോകുന്നില്ല. അതെന്താ? അല്ല, ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ കർത്താവ് എനിക്ക് തന്ന ആളല്ലേ, എൻ്റെ ഉള്ളിൽ സ്നേഹമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അയാളെ ഇട്ടിട്ട് പോയാൽ ശരിയാവില്ല, ഞാൻ മരിക്കണം, അത്രയല്ലേ ഉള്ളൂ, മരിച്ചാലും കർത്താവിൻ്റെ അടുത്തോട്ടല്ലേ പോകുന്നത്. ഇത് ക്രിസ്ത്യാനിക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഇത് വെളിയിൽ ഒരു തത്വശാസ്ത്രത്തിനും ആരെയും പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഈ രസത്തിനകത്തുണ്ടാകുന്ന സ്വാതന്ത്ര്യവും സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന സ്വാതന്ത്ര്യം രണ്ടാണ്. വേണമെങ്കിൽ പോകാം, പക്ഷേ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? പോകുന്നില്ല, ബിക്കോസ് ഓഫ് ലവ്. വേണമെങ്കിൽ നിയമപരമായി അബോർട്ട് ചെയ്യാം, പക്ഷെ ചെയ്യുന്നില്ല, ബിക്കോസ് ഓഫ് ലവ്. വേണമെങ്കിൽ എന്നെ ഉപദ്രവിക്കുന്ന ഒരാളോട് തിരിച്ച് രണ്ട് വർത്താനം പറയാം, ഒന്ന് പൊട്ടിക്കാം, അല്ലെ കേസ് കൊടുക്കാം, അല്ലെ അപ്പം അറ്റ്ലീസ്റ്റ് പോയി സാറിനോടെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യാം, പക്ഷേ എൻ്റെ ഉള്ളിൽ ആളോട് ഭയങ്കര സ്നേഹം ഉണ്ടാകുന്നു. ആ കാഴ്ച ഞാൻ കാണുമ്പോൾ, കാരണം അവൻ പാപമെന്ന രോഗത്തിൻ്റെ അടിമയാണ്. ആ ക്രിസ്ത്യൻ കാഴ്ച ഞാൻ കണ്ടു കഴിയുമ്പോഴേക്കും എനിക്ക് അവനോട് സ്നേഹം ഉണ്ടാകും. ഇതിന് മനോഹരമായ ഒന്നും ഈ ലോകത്തില്ല എന്നുള്ളതാണ് ശരിയായ നിത്യമായ കണ്ണട വെച്ച് നമ്മൾ നോക്കിക്കഴിയുമ്പം ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് പറയുന്നത് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ സാധിക്കുന്ന കാര്യമല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ കണ്ണോടെ നമ്മൾ മറ്റുള്ളവരെ നോക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ കാഴ്ച നമ്മുടെ സഭകളിൽ നഷ്ടപ്പെടുകയും കുടുംബങ്ങളിൽ നഷ്ടപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇത് എവിടെ നിന്ന് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു? വരില്ല. കാരണം മനസ്സിലാക്കി കൊടുക്കാതെ ഇതാണ് ക്രിസ്ത്യാനിറ്റി മോനെ എന്ന് നമ്മൾ സ്വയം നഷ്ടപ്പെടുത്തുന്നതാണ് ക്രിസ്ത്യാനിറ്റി. സ്നേഹത്തിന് വേണ്ടി ജീവിതം വിട്ടുകളയുന്നതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ കാഴ്ചപ്പാട് മനസ്സിലാക്കുന്നത്? ഞാൻ ഈ ക്രിസ്ത്യൻ കാഴ്ചപ്പാടിനെ മനസ്സിലാക്കാൻ വേണ്ടി 1-2 ചെറിയ എക്സാമ്പിൾസ് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഭയപ്പെടരുത്. ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ ഈ എക്സാമ്പിൾസ് എല്ലാം നിങ്ങളെ ഭയപ്പെടുത്തും. ആത്മാവിൽ നിങ്ങൾ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ മനസ്സിൽ സ്തോത്രം പറയും. ഉറക്ക സ്തോത്രം പറഞ്ഞാൽ നിങ്ങൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാൻ തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ഉറക്ക സ്തോത്രം പറയും, അത് വേണ്ട. ഓക്കെ, ഇത് നിങ്ങളെ സന്തോഷിപ്പിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിൽ സ്തോത്രം പറയും. നിങ്ങൾ വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ ഇത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കും. ഇനി ഇവനെ മേലെ ഇവിടെ വിളിച്ചേക്കല്ലെന്ന് പറയുകയും ചെയ്യും മനസ്സുകൊണ്ട്. ഓക്കെ, നിക്കോദെമോസ് യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നപ്പോൾ നിക്കോദെമോസിനോട് കർത്താവ് പറഞ്ഞു, നീ ജന്മത്തെ ദൈവരാജ്യത്തിൽ കയറാൻ പോകുന്നില്ല, ഒന്നുകൂടെ ജനിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പറയില്ല, നീയൊക്കെ ഒന്നുകൂടെ ജനിച്ചാലേ എന്ന് പറയത്തില്ല, അതുപോലെ. അപ്പോൾ നിക്കോദെമോസ് പറഞ്ഞു, ഇനി ഒന്നും കൂടെ ജനിച്ചാൽ ഒന്നുകൂടെ നല്ലപോലെ ജീവിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ഒന്നും കൂടെ ജനിക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലപോലെ ജീവിക്കുമായിരുന്നോ? ഒന്നും കൂടെ അപ്പൻ്റെ അമ്മയുടെ വയറ്റിൽ കുഞ്ഞുവാവയായിട്ട് ഒന്നുകൂടെ ജനിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലപോലെ നിങ്ങൾ ജീവിക്കുമോ? എവിടെ? ഇതേ സ്വഭാവത്തോടെ നിങ്ങൾ പിന്നെ ജനിക്കും. ഈ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ മറന്നുപോയിട്ട് പിന്നെ ഒന്നുകൂടെ ജനിച്ചാൽ ഇതുപോലെ തന്നെ ആവുള്ളൂ. ഇപ്പം കർത്താവ് പറഞ്ഞു, ജഡത്തിൽ നീ 100 പ്രാവശ്യം ജനിച്ചാലും ജഡം തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. ആത്മാവിൽ ജനിച്ചാൽ ഒരു പ്രത്യേകത ഉണ്ട്, അത് കാറ്റ് പോലെയാണ്. ഈ കാറ്റ് പോലെയാന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു ആരും അറിയുന്നില്ല. അത് ഇഷ്ടമുള്ളിടത്തെല്ലാം വീശുന്നു, അത് എങ്ങോട്ട് പോയി നമ്മൾ കാണുന്നില്ല. ഇതാണ് കാറ്റിൻ്റെ പ്രത്യേകത. നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാറ്റ് പോലെയാക്കുന്നതല്ല, കല്ല് പോലെയാക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൽമെൻറ്റ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് എന്തിനാ? നമ്മുടെ പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താ? ഈ പ്രവചനങ്ങളുടെ ഉദ്ദേശം എന്താ? നമ്മളെ സെറ്റിലാക്കാൻ വേണ്ടി അല്ലേ? ആണോ അല്ലയോ? സമ്മതിച്ചോ? ഒരു വീടിന് വേണ്ടി അല്ലേ സെറ്റിലാവണം. കാനഡയിൽ പോകാൻ, IELTS പാസ്സാകാൻ വേണ്ടി. വൈബ്രേഷനൊക്കെ അവിടെ വരുള്ളൂ. അപ്പോൾ അവിടെ സെറ്റിലാവണം, അവിടെ വീട് വെക്കണം. എന്നിട്ട് അവിടെ വീട് വെച്ച് അവിടുത്തെ പൈസ കൊണ്ട് അവിടെ ജീവിച്ചാൽ പോരാ, ആ പൈസ കൊണ്ട് ഇവിടെ വെച്ച് ഇവിടെ ഒരു വീട് വെക്കണം. ഞാൻ രക്ഷപ്പെട്ട കാര്യം നാട്ടുകാർ അറിയണ്ടേ?
അപ്പോൾ ഇവിടെയും വീട്. അപ്പം സെറ്റിൽമെൻറ്റ്, ഡബിൾ സെറ്റിൽമെൻറ്റ്. ഓക്കെ. പിന്നെ മക്കളുടെ ജോലി, വിദ്യാഭ്യാസം, അവസാനം പ്രായമായി വടിയും കുത്തി അപ്പച്ചനാകുമ്പോൾ നല്ലൊരു ബറിയൽ, നല്ല ചരമപ്രസംഗങ്ങൾ, നല്ല വെടി പടക്കം, അതൊന്നും ഇല്ലല്ലോ നമുക്കല്ലേ, അതൊക്കെ തമിഴ്നാട്ടിലൊക്കെ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, ആഘോഷമായ ഒരു ബറിയൽ. ഇതാണ് നമ്മുടെ സ്വപ്നം. ഇതാണ് സെറ്റിൽമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന കല്ല് പോലെ ആകാൻ വേണ്ടിയാണ്. പക്ഷേ ഈ കല്ല് പോലെ ആകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിള്ളേർ വെള്ളം പോലെ ആവും. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ്സിലാണെങ്കിൽ ഗ്ലാസിൻ്റെ ഷേപ്പ്, കുപ്പിയാണെങ്കിൽ കുപ്പിയുടെ ഷേപ്പ്. വീട്ടിൽ വന്നാൽ വീട്ടിലെ ഷേപ്പ്, അയ്യോ പാവം പിള്ളേരെന്ന് വിചാരിക്കും. കൂട്ടുകാരുടെ കൂടിയാൽ കൂട്ടുകാരുടെ അതേ ഷേപ്പിൽ വരും. ചർച്ചിൽ വന്നു കഴിഞ്ഞാൽ പാട്ട് പാടാൻ അറിയാമെങ്കിൽ അവർ മിടുക്കന്മാരായിരിക്കും, സെൻട്രൽ സ്റ്റേജിൽ കാണും. പാട്ട് പാടാൻ അറിയാൻ വയ്യാത്ത പിള്ളേരെയും കൊണ്ട് ഇന്നത്തെ ചർച്ചകളിൽ യാതൊരു പ്രയോജനവുമില്ല. അവരെവിടെയെങ്കിലും മടങ്ങി കുത്തി ഇങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. അതായത് നിങ്ങളുടെ പിള്ളേർക്ക് പാട്ട് പാടാൻ അറിയത്തില്ലെങ്കിൽ സഭയ്ക്ക് അവരെയും കൊണ്ട് ഒരു പ്രയോജനമില്ല. എത്ര പേര് വിശ്വസിച്ചോ? പിന്നെ ആകെയുള്ളത് വല്ല CMൻ്റെ കളികളും സൺഡേ സ്കൂളിലുള്ള പാസിംഗ് ദ പില്ലോയിലൊക്കെ കൂടാം. അല്ലെങ്കിൽ എന്താ പറയുന്നത്, വല്ല സ്കിറ്റോ ഡ്രാമയോ വിളിക്കുമ്പോൾ അപ്പുറത്ത് കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കാം, പടയാളി. ഇതല്ലാതെ നമ്മുടെ പിള്ളേർക്ക് ചർച്ചിൽ യാതൊരു റോളും ഇല്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു അഡൽട്ട് സിസ്റ്റമാണ്. അതിനകത്ത് ഈ പിള്ളേർക്ക് വിശ്വാസം എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. ഇതാണ് എൻ്റെ കാര്യം. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിച്ചത്? ഈ കാറ്റ് പോലെ വീശുക എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഇത് കേൾക്കാൻ ഇത്തിരി ദുർബല ഹൃദയരും ഗർഭിണികളുമായുള്ളവർ ഇനി മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണരുതെന്ന് പറയുന്ന പോലെ ഞാനൊരു മുന്നറിയിപ്പ് തരികയാണ്. ഹാർട്ടിൽ പേസ് മേക്കർ ഉള്ളവർ, ഹൃദയം ബലഹീനമായിരിക്കുന്നവർ, കുഞ്ഞുങ്ങൾ, എങ്ങനെ ദുർബലരായിരിക്കുന്നവരൊന്നും ഇനി അങ്ങോട്ടുള്ളത് കേൾക്കരുത്. ഓക്കെ. ഈ ക്രിസ്തുവിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഭയങ്കര റാഡിക്കൽ എലമെൻ്റാണ്. ഈ റാഡിക്കലിസം നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കാറ്റ് പോലെ വീശാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. അതിന് കർത്താവ് വേറൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു ധനവാനായ മനുഷ്യൻ യേശുവിനെ അനുഗമിക്കാൻ ശ്രമിച്ചപ്പോൾ അവസാനം കർത്താവ് കൊണ്ട് പറഞ്ഞെന്താണ്? ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ പോകുന്നതാണ്. നിങ്ങളൊരു നിമിഷം ഒന്ന് ആലോചിച്ചെങ്കിൽ, ഈ ഒട്ടകം സൂചിക്കുഴലിലൂടെ കിടക്കുന്ന പോലെയാണ് ധനവാൻ ദൈവരാജ്യത്തിൽ കിടക്കുന്നത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ധനവാൻ ദൈവരാജ്യത്തിൽ പോവുകയില്ല. അതല്ലേ മനസ്സിലായത്? ശിഷ്യന്മാർക്ക് എന്താ മനസ്സിലായെന്നറിയോ? ധനവാൻ പോകില്ലെന്നല്ല മനസ്സിലായത്. കാരണം നമ്മൾ ധനവാനെ നോക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവൻ എങ്ങനെ കയറും എന്ന് വിചാരിക്കുന്നത്. ശിഷ്യന്മാർ ധനവാനെയല്ല നോക്കിയത്, സൂചിക്കുഴയാണ് നോക്കിയത്. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായത് എന്നാണെന്നറിയോ? ആരും കയറാൻ പോകുന്നില്ലെന്ന്. ശിഷ്യന്മാർ ചോദിച്ചെന്നറിയോ? അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാൻ ആർക്ക് കഴിയും? കാരണം ഒട്ടകം കയറില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു പൂച്ചയെങ്കിലും ആണല്ലോ, കയറില്ല. നമ്മൾ പ്രാർത്ഥിക്കാൻ പറയില്ലേ, പുഴു പോലെ സമർപ്പിക്കുന്നു, പുഴു പോലും ഇതിനകത്ത് കയറില്ല, ആരും കയറില്ല. അപ്പോൾ ശിഷ്യന്മാർ നോക്കിയപ്പോൾ ധനവാനല്ല അവർക്ക് പ്രശ്നം, നമുക്കാണ് ധനവാൻ പ്രശ്നം. നമ്മൾ ധനവാനെ കയറ്റാൻ വേണ്ടി ഈ സൂചിക്കുഴ വലുതാക്കി തിമിംഗലങ്ങൾ ഇവരെ കയറുന്ന ഷേപ്പിലാക്കി ഗേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങ് പോരെ. ഇതിനകത്തൊരു കൊതുക് വന്നാൽ നമ്മൾ അറിയില്ലാത്തത്, കാറ്റ് വന്ന് ഒട്ടും അറിയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ സൂചിക്കുഴയിലൂടെ ധനവാൻ പോയിട്ട് ദരിദ്രൻ പോയിട്ട് ഒരു മനുഷ്യനും കയറില്ല, ഒരു പുഴു പോലും കയറില്ല. സമ്മതിച്ചോ? നൂല് പോലും കയറാൻ പാടാന്ന് നമ്മൾ ആലോചിക്കണം. എന്തിനാ ഇത്രയും ചെറിയ സൂചിക്കുഴ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇത്ര വലുതുണ്ടാക്കിയാൽ കൊണ്ട്. അപ്പോൾ അതിനകത്തൊരു ഒരു ഒരു പുഴു പോലും കയറാത്ത ആ സ്ഥാനത്ത് നോക്കിയിട്ട് നമ്മൾ പറയാം ധനവാൻ പോവില്ല. ആരാ പോകാത്തത്? ആരും പോവില്ല. പിന്നെ പോണെങ്കിൽ എന്ത് ചെയ്യണം? കാറ്റ് പോലെ ആവണം. കാറ്റ് ഇതിലെ വേണമെങ്കിലും പൊക്കോളും. അപ്പോൾ ദൈവരാജ്യത്തിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ആരെപ്പോലെ ആകണം? കാറ്റ് പോലെ ആകണം. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പിടിച്ചിരുന്നോ, ഞാൻ ആ പറയാൻ പോയ കാര്യം പറയാൻ പോകണം. ഇവിടെ നിന്നൊരു മനുഷ്യനെ പ്രാർത്ഥിച്ച് വിടുതലെടുത്ത് പോരാട്ടങ്ങളെ ശാസിച്ച് അന്ധകാര വ്യാപാരങ്ങൾ ഇന്ത്യക്കും കാനഡയിലും ഇടയിലുള്ള മേഘങ്ങളിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെല്ലാം ശാസിച്ച് ആ വഴിയെല്ലാം ക്ലിയറാക്കി IELTS പാസ്സായി ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായ ശേഷം കാനഡയ്ക്ക് പോയി. അവിടെ ചെന്ന് അവിടെ ഒരു എക്സാം പാസ്സായി അവിടെ നല്ലൊരു ജോലി പഠിച്ച അതേ വിഷയത്തിൽ ജോലി കിട്ടിയാൽ നല്ല സാലറി ആയിരിക്കും. അതേപോലെ സാലറിയും കിട്ടി. അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു 15 ലക്ഷം രൂപ സാലറി 15 ലക്ഷം രൂപ ലോണുണ്ട്. 2 വർഷം കൊണ്ട് ഈ ലോൺ ക്ലിയർ ചെയ്യണം. അമ്മയ്ക്ക് ക്യാൻസറാണ്, അമ്മയ്ക്ക് ക്യാൻസറിന് ചികിത്സിക്കണം, ചേട്ടന് ജോലിയില്ല, ഒരു വീട് വെക്കണം. ഇങ്ങനെ പ്ലാനുകളെല്ലാം സെറ്റിൽമെൻറ്റ് കല്ല് പോലെ ആകാൻ വേണ്ടി പുള്ളി ഇങ്ങനെ വിടുതലെടുത്ത് അത്ര എത്തി കേട്ടോ, ഭയങ്കര. അപ്പം ഇവിടെ വീട്ടിലെ ഒന്നും പൈസ ഒന്നും ഇല്ലെങ്കിലും ഈ മനുഷ്യൻ ഇനി ജോലി ചെയ്ത് ഇതെല്ലാം സമ്പാദിച്ച് കൊടുക്കാം.
അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് ഇദ്ദേഹത്തോട് പറഞ്ഞു, നീ നിൻ്റെ ജോലി രാജിവെച്ച് ഇറാഖിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോകണം. ഇയാൾ പറഞ്ഞു, 2 വർഷം ഞാനിവിടെ വർക്ക് ചെയ്ത്, ഞാനൊന്ന് കടമൊന്ന് വീട്ടിക്കോട്ടെ. എൻ്റെ അപ്പൻ്റെയും ചേട്ടൻ്റെയും പേരുള്ള സ്ഥലമാണ് ഈ ഈട് വെച്ചിരിക്കുന്നത്, അത് ബാങ്കുകാർ കൊണ്ടുപോകും. അതുകൊണ്ട് 2 വർഷം ഞാൻ ജോലി ചെയ്ത് കടമൊന്ന് വീട്ടിയിട്ട് ഞാൻ പൊക്കോളാം. കർത്താവ് പറഞ്ഞു, കലപ്പമേൽ കൈവച്ചിട്ട് പിന്നോട്ട് നോക്കുന്നവനൊന്നും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. പുള്ളി റെസിഗ്നേഷൻ എഴുതി കൊടുത്തു. ജോലി കാനഡയിലെ PR-ൻ്റെ ആപ്ലിക്കേഷൻ ഫോം വലിച്ചു കയറി ദൂരെ, ഒരു ഓഫർ വന്നായിരുന്നു, അത് വേണ്ടാന്ന് വെച്ചു. പുള്ളി നേരെ ഇറാഖിലേക്ക് അങ്ങ് പോയി. അന്ന് ISIS തീവ്രവാദികളുടെ ആ ബോംബിൻ്റെ ഇടയിലൂടെയാണ് പോകുന്നത്. വീട്ടുകാർ നെഞ്ചത്തടി നിലവിളി, അയ്യോ പോയേന്ന് പറഞ്ഞു. ഇത്രയും കാശും കടവും മേടിച്ച് അമ്മയ്ക്ക് ക്യാൻസർ ആയിരിക്കുന്ന ആള് ഇതാണ്. കാറ്റ് എങ്ങോട്ട് പോകുന്നു ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മുടെ പിള്ളേരെല്ലാം കാറ്റ് പോലെ ആക്കണേന്ന്. ധൈര്യമുണ്ടോ? ധൈര്യമുള്ളവർ ധൈര്യമുണ്ടോ? ഞാൻ അധികം പ്രസംഗിച്ച പ്രശ്നമാണ്. അതോ കല്ല് പോലെ ആകണം? ഈ കല്ല് പോലെ ആയില്ല, കാറ്റ് പോലെ ആയ വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ അവിടെ ശമ്പളം മേടിച്ച് കാനഡയിൽ വർക്ക് ചെയ്തിരുന്നെങ്കിൽ 40,000 രൂപ വെച്ച് ചർച്ചിൽ ദശാംശം ഇടേണ്ട പയ്യനാണ്. ഇപ്പം 40,000 രൂപ വെച്ച് ചർച്ച് റേസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക. ചർച്ചിനൊരു വിൻഡോ പിടിപ്പിക്കാനുള്ള പൈസ പോലും ഇല്ലാതായി. ഇങ്ങനെയുള്ള മിഷണറിമാരെ കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും? ഞാൻ തമാശയായിട്ട് പറഞ്ഞ, സഭയും കൂടെ കാറ്റ് പോലെ ആയെങ്കിൽ മാത്രമേ. അപ്പോൾ നിസ്സാര പണിയല്ല നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇറാഖിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? വില്ലേജുകളിൽ ചെല്ലുമ്പം അവിടെ പിള്ളേര് ഓരോ വീട്ടിൽ ചെല്ലുമ്പം അവിടുത്തെ ആൾക്കാർ പറയാം, നിങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടായിരുന്നു കർത്താവിൻ്റെ സുവിശേഷമായിട്ട് യേശുവിനെ കുറിച്ച് പറയാൻ വേണ്ടി വരുമെന്ന്. അവിടെ അങ്ങനെ ആൾക്കാർ കണ്ടുമുട്ടി, ഇങ്ങോട്ട് കണ്ടുമുട്ടുമായിരുന്നു. അപ്പോൾ കാറ്റ് പോലെ പുള്ളി വീശിയപ്പോൾ കർത്താവ് അമ്മയ്ക്ക് സൗഖ്യം കൊടുത്തു, ക്യാൻസർ മാറി. ചേട്ടന് ഗൾഫിൽ ജോലിയും കൊടുത്തു. പക്ഷേ ഈ കാറ്റെന്ന് പറയുന്ന ഒരു എലമെൻ്റ്, അതായത് കർത്താവ് കാണിക്കുന്ന കാഴ്ചകളിലൂടെ മാത്രം നടക്കാൻ പറ്റുന്ന ആ ഒരു ഫെയ്ത്താണ് ഇന്ന് സഭയ്ക്ക് കൊടുക്കാൻ പറ്റാതിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ ഒരാളൊരു കൺവെൻഷന് വിളിച്ചു. കൺവെൻഷൻ വിളിച്ചു കഴിഞ്ഞാൽ കൺവെൻഷൻ്റെ പകൽ സമയത്ത് യൂത്ത്സിനോട് സംസാരിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ അപ്പോൾ അവരോട് ചോദിച്ചു, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആരാ സംസാരിക്കുന്നത്? ഞാനിവിടെ വന്നിട്ടും ഇതിൻ്റെ നോട്ടീസ് എടുത്ത് നോക്കി ആരൊക്കെ വൈകിട്ട് സംസാരിക്കും. അപ്പോൾ ഞാൻ അവിടെ ആ കലണ്ടർ എടുത്ത് നോക്കി കഴിഞ്ഞപ്പം ഞാൻ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസ്പെരിറ്റി പറയുന്ന ഒരാളാണ് വൈകിട്ട് പ്രസംഗിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ അങ്ങ് ഒഴിവാക്കി. അയ്യോ, നോട്ടീസ് അടിച്ചു, കലണ്ടർ അടിച്ചു, ഒരു പ്രയോജനമില്ല. ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അടുത്ത ആൾ പറഞ്ഞ് നേരെ തിരിച്ച് നിങ്ങൾ കല്ല് പോലെ ആക്കും, കല്ല് എന്ന് വൈബ്രേഷൻ പറയുമ്പോഴേക്കും അപ്പോഴേക്കും എല്ലാവരും സ്തോത്രം സ്തോത്രം. ആർക്കും ഒരു പിടിയില്ല ഇതെന്താണ്. എന്ത് പറഞ്ഞാലും സ്തോത്രം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരിത്തിരി വൈബ്രേഷനോടുകൂടി യേശുക്രിസ്തു ദൈവം അല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം സ്തോത്രം ചെയ്ത പെന്തക്കോസുകാരെ എനിക്കറിയാം. യേശുക്രിസ്തു ദൈവമല്ല എന്നുള്ളതിന് 5 തെളിവുകൾ. യേശുക്രിസ്തു ദൈവമല്ല എന്ന് ഉള്ളതിൻ്റെ 5 തെളിവുകൾ ഇതാന്ന് പറഞ്ഞുകൊണ്ട് ബൈബിൾ. അയ്യോ, അവരെല്ലാം ആത്മാവിലായി. എന്ത് ആത്മാവിലായി എന്ന് പറയുന്നത്? അപ്പം ഇത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വൈബ്രേഷൻ മാത്രം മതി. എന്താ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല. ഞാനിപ്പം വൈബ്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചെന്ന് കഴിയുമ്പോൾ ചോദിക്കും, എന്താ അയാൾ പറഞ്ഞത്? നല്ല സൂപ്പർ ശുശ്രൂഷയായിരുന്നു, എന്താ ഉണർവായിരുന്നു, എന്താ പറഞ്ഞത്? അത് ഓർമ്മയില്ല, ഭയങ്കര വൈബ്രേഷനായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രെയിനകത്തോട്ട് ഒരു വക കയറുന്നില്ല. ഇത് ഇന്നത്തെ ഒരു പ്രത്യേകതയാണ്. ഇന്നത്തെ ഈ കോഴ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തു എന്നറിയാമോ? നമ്മുടെ ബ്രെയിനുകളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ ഒരു വകയ്ക്കും കൊള്ളാത്തതാക്കി മാറ്റി എന്നുള്ളതാണ് ഈ സാത്താൻ അന്ത്യകാലത്ത് ചെയ്തിരിക്കുന്ന ഒരു പണി. ദേ ആർ ബ്രെയിൻ വാഷ്ഡ് ബൈ എ സിസ്റ്റം. അതെന്തുകൊണ്ടാണ് ഞാനത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പണ്ട് തലമുറകളിലുണ്ടായിരുന്ന ഒത്തിരി കഴിവുകൾ ഇന്ന് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒത്തിരി കഴിവുകൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമുക്കൊരു 5 കിലോമീറ്റർ നടന്നാലും നമുക്ക് നടന്നതായിട്ട് തോന്നില്ലായിരുന്നു. 5 കിലോമീറ്ററല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാമെന്ന് പറയായിരുന്നു. ഓർമ്മയുണ്ടോ? പ്രായമായവർക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് കാറ് ഒരു 50 മീറ്റർ താഴെ ഇട്ട് കഴിഞ്ഞാൽ 50 മീറ്റർ നടക്കണോ ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നത് വാതിൽ പടിയിലാണ് കൊണ്ടേ കാറ് പാർക്ക് ചെയ്യുന്നത്. അതിന് ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ കയറ്റിയേനെ. കാരണം അത്രയും നടപ്പൊഴിവാക്കാണ്. അതാണ് നമുക്ക് നടക്കാൻ പറ്റത്തില്ല, കഴിവ് പോയി. കുറേ കഴിയുമ്പോൾ നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത തലമുറയായിരിക്കും അടുത്ത തലമുറ. അതൊന്ന്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ചമ്മന്തി അരച്ചും അല്ലേ, അതൊക്കെ അരിയാട്ടിയൊക്കെ, അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ചില ആൾക്കാർ പറയും ചമ്മന്തി ആ അരകല്ലിൽ അരച്ച ചമ്മന്തിക്ക് ഭയങ്കര ടേസ്റ്റാണ്.
വെറുതെ ആട്ടോ, ചുമ്മാ. ഈ ടേസ്റ്റ് എന്ന് പറയുന്നത് വെറും ഒരു സങ്കല്പമാണ്. നിങ്ങൾ നല്ല ചിക്കൻ എടുത്ത് ഒരു കടി കടിച്ചാൽ എത്ര നേരം അതിൻ്റെ ടേസ്റ്റ് നിൽക്കും? ആ നാക്കിലൂടെ തൊണ്ടയിലോട്ട് ഇറങ്ങുന്ന അത്ര സമയം. ഇന്നലെ ഞാൻ എന്തൊക്കെയോ കഴിച്ചത്, അതിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോൾ എനിക്കറിയാൻ മേല. അത് അന്നേരം ഉള്ളൂ. ആ ഒരു മോമെൻറ്റിലെ ടേസ്റ്റിന് വേണ്ടിയാണ് ഈ അമ്മച്ചിമാർ രാവിലെ തൊട്ട് അടുക്കളയിൽ പുകഞ്ഞ് കത്തുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് എന്തെങ്കിലും തിന്നിട്ട് പോട്ടെ. ഈ രുചിക്ക് വേണ്ടി എന്തിനാണ് മനുഷ്യൻ മരിക്കുന്നത്? ഇതെല്ലാം ഈ രസമാണ്. രസം, അതായത് തിന്നുന്നത് രസത്തിന് വേണ്ടി, കൂട്ടുകൂടുന്നത് രസത്തിന് വേണ്ടി. ഇന്നത്തെ നമ്മളെല്ലാം ഭരിക്കുന്ന രസമാണ്. പ്രസംഗം കേട്ടാലും രസമില്ലെങ്കിൽ കേൾക്കൂല, ഇരുന്ന് ഉറങ്ങും. പാട്ട് പാടിയാലും അർത്ഥമല്ല നോക്കുന്നത്, രസമാണ്. രസമുണ്ടോ? നല്ല രസമായിരുന്നു പാട്ട്. എന്താ പാടിയത്? ആ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ നീ വരല്ലേ, എൻ്റെ വീട്ടിനകത്തേക്ക്, എൻ്റെ ഹൃദയത്തിൽ ഒട്ടും വരല്ലേ, എൻ്റെ വീട്ടിലേക്ക് അത്രയും പോലും വരരുത്, നീ ദൂരെ നിന്ന് എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തന്നാൽ മതി എന്നാണ് പാടിയേക്കുന്നത്. പക്ഷെ പാട്ട് നല്ല ട്യൂണായിരുന്നു, ഭയങ്കര രസമായിരുന്നു. പണ്ടൊക്കെ അറ്റ്ലീസ്റ്റ് വീട്ടിലൊരു ബോർഡെങ്കിലും വയ്ക്കുമായിരുന്നു, ക്രിസ്തു വീടിൻ്റെ നായകൻ. ഇപ്പോൾ പറഞ്ഞ് വീടിൻ്റെ പോയിട്ട് നാട്ടിൽ പോലും വന്നേക്കരുത്, ദൂരെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി, ഹൃദയത്തിൽ വരികയേ ചെയ്യരുത്. പെന്തക്കോസ്തുകാർ പാടുന്ന പാട്ടാണ്. എന്താ പാടുന്നു? വല്ല പാടാനിരിക്കും അല്ലായിരുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് എന്താ, പ്രസംഗിക്കുന്നത് എന്താ, വിശ്വാസം എന്താ, ഒന്നും അറിയാൻ വയ്യ. ഈ ഫെയ്ത്തിന് വന്ന വരൾച്ച എന്താണ്? എവിടെയാണ് നമ്മുടെ ഫെയ്ത്ത് നഷ്ടപ്പെട്ടതെന്ന് പറയാൻ വേണ്ടി ഞാൻ 1-2 ഇല്ലസ്ട്രേഷൻസ് ഞാൻ നിങ്ങളോട് പറയാം. അതിനു മുമ്പ് ഈ കഴിവ് പോയത് എങ്ങനെയാണെന്ന് അതുകൂടെ പറഞ്ഞേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന്, നടക്കാനുള്ള കഴിവ്, അധ്വാനിക്കാനുള്ള കഴിവ്, എഴുതാനുള്ള കഴിവ്. ഇപ്പോൾ എഴുതാൻ ആർക്കും അറിയാം. ഞാൻ എൻ്റെ പേന പോലും ഇല്ല. എത്ര നാളായെന്നറിയാം ഞാനൊരു പേന കൊണ്ട് എന്തെങ്കിലും എഴുതിയിട്ട്. അത് ആവശ്യമില്ല. ഇതാ എഴുതുന്നത് ഇങ്ങനെ എല്ലാം അതിനകത്തുണ്ട്. ടൈപ്പിങ്, മൊത്തം ടൈപ്പിങ്. കുറേ കഴിയുമ്പോൾ ടൈപ്പിങ് വേണ്ട, പറഞ്ഞാൽ മതി, പറഞ്ഞാൽ തന്നെ അത് ടൈപ്പ് ചെയ്തോളൂ. അപ്പം എഴുതാനുള്ള കഴിവ് പോയി. അല്ല, പേന പിടിച്ച് സൈൻ ചെയ്യാൻ പോലും പേന വേണ്ട, വിരൽ മതി. ഇപ്പം എല്ലാം ഡിജിറ്റൽ പാഡിനകത്തോട്ട്. അപ്പം പേന വളയുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എഴുതി നോക്കിയപ്പം പണ്ടൊക്കെ ഒത്തിരി നല്ലൊരു എഴുതുന്നായിരുന്നു. ഇപ്പം എനിക്ക് കയ്യക്ഷരമൊക്കെ എഴുതുമ്പം തന്നെ 2 ലൈനിലോട്ടാണ് പോകുന്നത്. പോയി. എബിലിറ്റി ഇല്ല പിള്ളേർക്ക്. വായിക്കാനുള്ള കഴിവില്ല. പിള്ളേരുടെ ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുത്ത് നോക്കി. എൻ്റെ മക്കളുടെ ഞാൻ പുസ്തകം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ പറഞ്ഞത്, പപ്പ വായിച്ചിട്ട് കഥയങ്ങ് പറഞ്ഞുതരാനാണ്. ഈ പ്രായത്തിലും ഇന്ന് കഥ പറയേണ്ട കാലമൊക്കെ കഴിഞ്ഞ് നീ വായിക്കടാ. രസമില്ല വായിക്കാൻ. അല്ലെങ്കിൽ പിന്നെ ടി വിയിൽ കാണിച്ചു കൊടുക്കണം, ഇതിങ്ങനെയാണ്. വായിക്കില്ല. പാഠപുസ്തകം കാണുമ്പോൾ അലർജിക് റിയാക്ഷനാണ്. അത് അവിലൊന്നും കഴിച്ചാൽ മാറാത്ത തരത്തിലുള്ള അലർജിക് റിയാക്ഷനാണ് ഈ പാഠപുസ്തകം കാണുമ്പോൾ ഉണ്ടാകുന്നത്. അത് വീഡിയോ വല്ലതും കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈജൂസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസ്. ഇത് വായിക്കാൻ വയ്യല്ലേ, എന്നാൽ ഇതാ വീഡിയോ കണ്ടോളാൻ. ഇപ്പോൾ അമ്മമാരും കാണാനില്ല. അപ്പോൾ ഇത് മനുഷ്യനെ വീഡിയോയ്ക്കകത്തോട്ട് തളച്ചിട്ട് ചിന്തിക്കാൻ കഴിയാത്തവരാക്കി മാറ്റി. നിങ്ങളൊരു നിമിഷം ആലോചിച്ചേക്ക്. ഞാൻ നിങ്ങളോടൊരു കഥ പറയാൻ പോകണേ. ഈ കഥ നിങ്ങളുടെ കഴിവുകൾ എവിടെ പോയെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം. ഒരു മുറിയിൽ ഒരു കൊച്ചിരിക്കുന്നു. സങ്കല്പിച്ചേ, എല്ലാവരും സങ്കല്പം മാറ്റരുത്. സങ്കല്പിച്ചോ, ആൺകുട്ടി പെൺകുട്ടി. സങ്കല്പിച്ചില്ലേ? ആൺകുട്ടി. ഷർട്ട് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ? ആഹാരം കഴിക്കാതിരിക്കുകയാണോ, വായിക്കാനിരിക്കുകയാണോ? കണ്ണട വെച്ചിട്ടുണ്ടോ? മുറി ലൈറ്റുണ്ടോ? ടേബിളിലാണോ ഇരിക്കുന്നത്? ഈസി ചെയറിലാണോ ഇരിക്കുന്നത്? മുമ്പിൽ ടി വി ഉണ്ടോ? അപ്പനന്മാരാരെല്ലാം അടുത്തുണ്ടോ? ഫാൻ കറങ്ങുന്നുണ്ടോ? അവൻ സന്തോഷിച്ചിരിക്കുകയാണോ, ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ, കരഞ്ഞോണ്ടിരിക്കുകയാണോ? കരഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ? ഇനി നിങ്ങൾ ആ വീഡിയോയിൽ ഇത് കാണിച്ചു തരുവാണെങ്കിലോ, നിങ്ങളൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം കൂടെ ആര് ചിന്തിച്ചോളും? ഇതുണ്ടാക്കി വിടുന്നവൻ ചിന്തിച്ചോളും. അവർ തന്നെ വസ്ത്രം ധരിപ്പിച്ചോളും, അവർ തന്നെ ലൈറ്റ് ഓണാക്കിക്കോളും, അവർ തന്നെ ഫാൻ ഇട്ടോളും. നമ്മുടെ ബ്രെയിനും കൊണ്ടൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇരുന്ന് കാണാം. അങ്ങനെ കണ്ട് മാത്തമാറ്റിക്സ് കണക്ക് കൂട്ടാനുള്ള കഴിവ് പോലും പിള്ളേർക്ക് ഇല്ലാതായിപ്പോയി. ഇന്ന് പിള്ളേരെ സ്ക്രീൻ അഡിക്ഷൻ കാരണം അവർക്ക് സംഭവിച്ചേക്കുന്നത് തലയ്ക്കകത്തോടെ ഒന്നും ഓടുന്നില്ല, കുറേ രക്തമല്ലാതെ. മനസ്സിലായോ? അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സത്യം മനസ്സിലാക്കിയാലും ആ സത്യത്തിന് നമ്മുടെ തലയിൽ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് അപ്പം തന്നെ ഇറങ്ങിപ്പോകും. അതാണ് ഈ ആധുനിക കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സത്യത്തോട് വിലയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ബ്രെയിനിനകത്ത് അത് ഹോൾഡ് ചെയ്യാത്തതുകൊണ്ടത്. ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സാറാണ് ഞാൻ എന്ന് വിചാരിച്ചോ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? ആരെങ്കിലും പറയാം, എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്? യുഗങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ
ഒരു പൊതു പൂർവികനിൽ നിന്ന് കുരങ്ങും മനുഷ്യരും എല്ലാം പരിണാമത്തിലൂടെയാണ് ഉണ്ടായത്. ഇതല്ലേ പറയുള്ളൂ. നിങ്ങൾ ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ 5 മാർക്ക്. ഇതേ സാറ്, ഇതേ ഞാൻ പിറ്റേ ദിവസം സൺഡേ സ്കൂളിൽ എങ്ങനെയാടാ മനുഷ്യനുണ്ടായത്? ഇതിലേതാ ശരിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങളെ സംബന്ധിച്ച് എന്ത് വിശ്വസിക്കുന്നുള്ളതൊന്നും പ്രശ്നമല്ല. അവിടുത്തെ 5 മാർക്ക് പോകരുത്, ഇവിടുത്തെ 5 മാർക്ക് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സത്യത്തെ സ്നേഹിക്കുന്നില്ല, ഓരോ സ്ഥലത്തുമുള്ള ശരികളിലൂടെ ജീവിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം സത്യം നമ്മളെ ബാധിക്കുന്നില്ല, അസത്യം നമ്മളെ വേദനിപ്പിക്കുന്നില്ല. കാരണം നമ്മുടെ തല അങ്ങനെയാണ്. ഏതൊരു സ്ഥലത്ത് ചെന്നാൽ അവിടെ ഫിറ്റ് ആയിരിക്കണം, സ്കൂളിൽ ചെന്നാൽ അവിടെ ഫിറ്റ് ആയിരിക്കണം, പിള്ളേരെടുത്ത് നാണം കെടാൻ പാടില്ല. അതുകൊണ്ട് പിള്ളേർ ചെയ്യുന്ന പോലെ ഞാനും ചെയ്യും. അവർ പറയും വലിക്കടാ പിടിക്ക് എന്ന് പറയുമ്പം പറയും ഞാൻ വലിക്കൂല. അമ്മയുടെ കുഞ്ഞുവാ എടാ വളരെടാ വളരെ. എന്നാലും നീയൊക്കെ ആണാണോടാന്ന് ചോദിച്ചോട്ടെ. അതാണ് ഈ ആണുങ്ങൾക്ക് സഹിക്കാൻ മേലാത്തത്. അവർക്ക് എങ്ങനെയെങ്കിലും ഞാൻ ആണാന്ന് തെളിയിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്നാൽ തൻ്റെ ഉണ്ടേ പറയണ്ടേ, ഞാൻ ഓൾറെഡി ആണായതുകൊണ്ട് ഇനി തെളിയിക്കേണ്ട കാര്യമില്ല, നിങ്ങളൊക്കെ തെളിയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് പറയാനുള്ള ബോധമില്ല. പറയും ഞാൻ ആണാണെന്ന് തെളിയിച്ചേ പറ്റുള്ളൂ. അപ്പം എങ്ങനെ തെളിയിക്കാം? മൂക്കിലൂടെ പുക വന്നാൽ ആണാണ്. എന്നിട്ട് ഇവർ പറയും അപ്പോൾ ഈ അമ്മയുടെ കുഞ്ഞെന്ന് കേൾക്കുന്ന ഈ ആണുങ്ങൾക്ക് ഭയങ്കര അലർജിയാണ്. അത് ഭയങ്കര സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർ ആണാണെന്ന് തെളിയിച്ച് കഴിയുമ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ പറയും ഈ മയക്കുമരുന്നൊക്കെ അപകടമാണ്, തലയ്ക്കകത്ത് പിടിക്കുമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് വലിച്ച എന്തെങ്കിലും പ്രശ്നമാവോ, തല പോകുമോ, സ്ക്രൂ ആയോ എന്നൊക്കെ പിള്ളേർക്ക് പേടിയുണ്ട്. അപ്പോൾ ഇവർ പറയും നിങ്ങൾക്കറിയാമോ അതേ സിനിമാ താരങ്ങൾ ഇവരെല്ലാം വലിക്കുന്ന, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരെല്ലാം ഭയങ്കര സക്സസ്ഫുൾ അല്ലേ? ഇതൊക്കെ ആൾക്കാർ നിങ്ങളെ പറ്റിക്കുന്ന, പൈസ മുടക്കാൻ പറ്റാത്തതുകൊണ്ട്. എത്രയോ സിനിമാ താരങ്ങൾ പുകച്ച അന്തരാത്മാവിന് വരെ പുക കൊടുക്കുന്നു, ഒരു പ്രശ്നമില്ല. ഈ നിന്റെ അപ്പനെ അമ്മയൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ പണ്ടേ അമ്മമാരുടെയൊക്കെ തല പൊട്ടി പോകേണ്ടതാണ്. നല്ല ആരോഗ്യത്തോടെ നടക്കുന്നില്ലേ? എൻ്റെ സഹോദരങ്ങളെ മിക്കവാറും എണ്ണത്തിന് ഒരു ബോധവും ഇല്ലാതെയാണ് 90% സമയത്ത് ജീവിക്കുന്നത്. അതുമാത്രമല്ല ഈ മയക്കുമരുന്നുകൾ വളരെ അപൂർവമായി ചിലരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല. എന്നാൽ വലിയൊരു പങ്ക് ആളുകളും ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒത്തിരി ആൾക്കാർ ഞങ്ങളുണ്ട്. അവരുടെ ജീവിതം എന്നേക്കുമായിട്ട് പോകുന്ന അവരുടെ ബ്രെയിനിൽ പിന്നെ മാറ്റാൻ പറ്റാത്ത വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഞാനൊരു പയ്യനുമായിട്ട് സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടതാണ് എറണാകുളത്ത്. അദ്ദേഹം അതിൻ്റെ ഇതെല്ലാം എടുത്ത് നോക്കി തലയെല്ലാം സ്കാൻ ചെയ്തിട്ട് ഒത്തിരി വ്യതിയാനങ്ങൾ തലയിലുണ്ടായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടിട്ടാൽ പോവില്ല, മാറില്ല. ഇത് നമ്മുടെ ബ്രെയിനിലുണ്ടാക്കുന്ന ആ മാർക്കുകൾ ഒരിക്കലും മാറ്റിക്കളയാൻ പറ്റത്തില്ല. എന്ത് റിക്കവറി പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത വെജിറ്റബിൾ പോലെ അവസാനമാവുകയാണ്. വിശപ്പില്ല, നേരെ കൊഹറൻ്റായിട്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ തൽക്കാലത്തെ ആ പുക ആശ്വാസം. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഇത് വ്യാപകമാക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ചിന്തിക്കാൻ കഴിവില്ലാത്തവരും, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഒരു കുഞ്ഞ് ഡ്രഗ് അഡിക്റ്റോ എന്തെങ്കിലും അപ്പനും അമ്മയിൽ നിന്ന് ഒളിച്ചു വെക്കുന്ന ഒരാളോ ആയി മാറിയാൽ അവൻ്റെ ജീവിതത്തിലെ ധൈര്യം മുഴുവൻ ഒരു സൈഡിൽ നിന്ന് ചോർന്നിട്ടുണ്ടാവും. പഠിക്കാൻ പറ്റത്തില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്ക്രീൻ അഡിക്ഷൻ ആയാലും അത് തന്നെയാണ്, പഠിക്കാൻ പറ്റില്ല, പഠനത്തിൽ താഴ്ത്തു പോകും. ഇത് വിൽക്കുന്ന ആൾക്കാർ ജീവിക്കാനൊരു വഴിയായിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ വാങ്ങിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതം നശിപ്പിച്ച് അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിലേക്ക് അവരെ തള്ളിവിടുവാണ്. അത് മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ. അതുപോലെ തന്നെ സ്ക്രീൻ അഡിക്ഷൻ. ഏതെങ്കിലും ഒരു സ്ക്രീൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല പിള്ളേർക്ക്. മൊബൈൽ ഫോണെങ്കിൽ മൊബൈൽ ഫോൺ, അല്ലെങ്കിൽ ടി വി, അതല്ലെങ്കിൽ ടാബ്, അതല്ലെങ്കിൽ പിന്നെന്താ ഉള്ളത്? ലാപ്ടോപ്പ്. അത്ര വലിയ സാധനത്തെ ഞാൻ എങ്ങനെ മറന്നു? ലാപ്ടോപ്പ്. ഇതിലേതെങ്കിലും ഒന്നിൽ വ്യാപരിക്കാതെ നമ്മുടെ കൈക്കും സമാധാനമില്ല. നമ്മുടെ കൈ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? ആ മൊബൈൽ ഫോണിൻ്റെ ഓർമ്മയാണ്. പണ്ട് ആരണ്ട് പറഞ്ഞ പോലെ ഒരു 10 വർഷം മുമ്പ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ഇങ്ങനെ തോണ്ടിക്കൊണ്ട് നടക്കുന്ന ആൾക്കാർ വഴിയിലൂടെ, റോഡ് കാണാതെ. ഇതൊന്നും ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിനകത്ത് തെറ്റുണ്ടെന്നല്ല, പക്ഷേ ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന, സത്യം കേട്ടാൽ അതിനു വേണ്ടി വില കൊടുക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇതിന് മുമ്പുള്ള ഒരാളാണ്. ഞാൻ പുസ്തകം വായനയിൽ വായിച്ച് ഉറങ്ങുന്ന ഒരാളായിരുന്നു. രാത്രി 2 മണി വരെ വായിച്ച് ഇങ്ങനെ ഈ നെഞ്ചത്ത് പുസ്തകം വെച്ചുകൊണ്ടാണ് ഉറങ്ങുന്നത്. എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഇതിനേക്കാൾ കഷ്ടമായിരുന്നു. പുള്ളി ഒരു കൈ കൊണ്ട് പുസ്തകം വായിച്ചുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ ഈ പുസ്തകത്തിനകത്താണ് ഞങ്ങൾ ജീവിച്ചത്. അപ്പോൾ ഈ പുസ്തകങ്ങൾ ആശയങ്ങളാണ്. ആശയങ്ങൾ നമ്മുടെ തലയിലേക്ക് വരുമ്പം ആ ട്രൂത്തിലേക്ക് എത്താൻ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇത് വിഷ്വൽസിലൂടെ അങ്ങനെ ട്രൂത്ത് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. താൽക്കാലികമായിട്ടേ പറ്റുള്ളൂ. കാരണം നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇന്ന് ഈ സോഷ്യൽ മീഡിയ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നത്?
ഫോർ എക്സാമ്പിൾ, ഇന്ന് നിങ്ങളൊരു സിനിമയുടെ പരസ്യമോ എന്തെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുമെന്ന് വിചാരിച്ചോ, പിന്നെ വിചാരിച്ചാൽ വേണ്ട പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടു. പക്ഷേ നിങ്ങളെ യൂട്യൂബ് നിർബന്ധിച്ചുകൊണ്ടിരിക്കും, ഒന്നും കൂടെ നോക്കടാ, അടുത്ത് ഇതിനേക്കാൾ കുറച്ചുകൂടെ മനോഹരമായൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഏത് വീഡിയോ ആണോ കണ്ടത്, അബദ്ധത്തിൽ കണ്ടതായിരിക്കും, നമ്മളെ അതിനകത്ത് വീടിക്കുന്നവരെ അതേ സാധനം വന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടത്? നിങ്ങൾ കുക്കിങ്ങിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കുക്ക് ചെയ്യാനല്ലാതെ ശ്വാസം ഇടാൻ പോലും യൂട്യൂബ് സമ്മതിക്കില്ല. നിങ്ങൾ ഒരു പാട്ട് വെച്ചാൽ അതേപോലെയുള്ള 10 പാട്ടുകൾ എങ്കിലും നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. എൻജോയ് ചെയ്യടാ എന്ന് പറഞ്ഞ് ഒരാൾ തരുന്ന പോലെയാണ്. നിങ്ങൾ കുറേ നേരം ഇന്ന് ഈ സമൂഹത്തിൻ്റെ അഭിപ്രായം എങ്ങനെ രൂപപ്പെടുന്നതെന്നറിയോ? നിങ്ങൾ TV നോക്കിക്കഴിഞ്ഞപ്പോൾ PF പോപ്പുലർ ഫ്രണ്ടുകാരെ പോലീസ് പിടിച്ചു, NIA-ക്കാർ. അപ്പം താഴെ ഇരുന്ന് ഒരാൾ കമൻറ്റ് ചെയ്യാണ്, മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ അത് കണ്ടു, നമുക്ക് തോന്നി ശരിയാണ്, ഇവന്മാരെല്ലാം ഇങ്ങനെ. അത് കറക്റ്റല്ല. ഒത്തിരി നല്ല മനുഷ്യർ ഇതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന വീഡിയോ മുഴുവൻ അവരുടെ ആയിരിക്കും എന്നറിയോ? അതെല്ലാം കൂടെ വായിച്ചു കഴിയുമ്പോഴേക്കും അവർ ബോംബ് വയ്ക്കുമെങ്കിൽ 2 ബോംബ് അവർക്കിട്ട് വെക്കാൻ മാത്രമുള്ള മൈൻഡ് എനിക്ക് ഡെവലപ്പായിട്ടുണ്ടാവും. അങ്ങനെ നമ്മളെ ആക്കിയെടുക്കും ഈ സാധനം. അതുകൊണ്ട് ഇന്ന് എല്ലാം എക്സ്ട്രീം വ്യൂസാണ്, പക്ഷെ സത്യം അന്വേഷിക്കാൻ ആരും തയ്യാറല്ല. എന്നിൽ ആ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കിതിൻ്റെ അപകടം മനസ്സിലായത്. എനിക്കിഷ്ടമുള്ള വാർത്ത മാത്രമേ ഞാൻ കാണുള്ളൂ. ഇപ്പം എനിക്കിഷ്ടമില്ലാത്തൊരു വാർത്തയാണ് ഞാൻ കാണത്തില്ല. അപ്പോൾ അതിനർത്ഥം ഞാൻ ചകഞ്ഞ് എന്തെടുക്കുകയാണ്, എനിക്കിഷ്ടമുള്ളതിലേക്ക് എൻ്റെതിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, സത്യം മനസ്സിലാകുമ്പോൾ വി ആർ അൺഏബിൾ ടു ഹോൾഡ് ഓൺ ടു ദാറ്റ് ട്രൂത്ത്. ഓക്കെ, അപ്പോൾ ലോകത്തെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ഈ മീഡിയയ്ക്ക് പറ്റും. നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്ന് ആര് തീരുമാനിക്കും? ഈ മീഡിയ തീരുമാനിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോസ് മാത്രമേ വരുമായിരുന്നുള്ളൂ, ആര് യൂട്യൂബിൽ നോക്കിയാലും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ വികലമായ, രസത്തിലധിഷ്ഠിതമായ, നാശത്തിലധിഷ്ഠിതമായ, നിങ്ങൾ ഇങ്ങനൊരു വാക്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാമുകിയായിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തവളാകുന്നു. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയോ? വൺ ഹൂ സീക്സ് പ്ലഷർ, രസം അന്വേഷിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോഴേ ചത്തവളാകുന്നു എന്നാണ്. ഈ രസം, എൻജോയ്മെന്റ്, പാപം നമ്മൾ ചെയ്യാനുള്ള കാരണം തന്നെ എൻജോയ്മെന്റ് ആണ്. എൻജോയ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ആരും പാപം ചെയ്യത്തില്ല. ഇതിനകത്തൊരു എൻജോയ്മെന്റ് എന്ന് പറയുന്ന ഒരു പൈശാചികമായൊരു സാധനമുണ്ട്. അതായത് ഫ്ലഷ് എൻജോയ്മെന്റ്. നിങ്ങളൊരാളുടെ കുറ്റം പറയുമ്പം ദേഹമാകെ ഇച്ചിങ് വരുന്ന ഒരു രോഗം നിങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങൾ ആരുടെയും കുറ്റം പറഞ്ഞു ഉടനെ ദേഹം എല്ലാം ചൊറിഞ്ഞടിക്കുമെന്ന് വിചാരിച്ചു. നിങ്ങൾ ആരുടെയും കുറ്റം പറയുമോ? ആരുടെയും കുറ്റം പറയില്ലെന്ന് മാത്രമല്ല, ആരെങ്കിലും കുറ്റം പറഞ്ഞു തുടങ്ങിയാൽ നിങ്ങൾ പറയും, അയ്യോ എനിക്കൊരു അലർജി ഉണ്ട്, ദയവായിട്ട് മിണ്ടല്ലേ. ആരുടെയും കുറ്റം കേട്ട് കഴിഞ്ഞാൽ ഉടനെ എനിക്ക്. പക്ഷേ ഇന്ന് കുറ്റം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് മാത്രമല്ല, എനിക്കിഷ്ടമില്ലാത്ത ഒരാളുടെ കുറ്റം വേറൊരാൾ പറയുമ്പോൾ എന്താണെന്നറിയാൻ മേല ഭയങ്കര രസം അത് കേൾക്കാൻ. അപ്പോൾ നമുക്ക് പിന്നെയും കേൾക്കണം തോന്നും. നമ്മൾ പറയുകയല്ല, നമ്മൾ കേൾപ്പിക്കും, അവനെ കൊണ്ട് പറയിപ്പിക്കും. ആഹാ എന്നിട്ട് ആഹാ അങ്ങനെയല്ലേ, നമ്മളൊന്നും പറയുന്നില്ല. നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി കേട്ടോ ഇതെല്ലാം പറയുന്നത്. അവൻ മഹാപിഴയാണ്, ശല്യക്കാർ, പ്രാർത്ഥിക്കണേ അവന് വേണ്ടി. ഈ വിശുദ്ധ പാപങ്ങൾ ഇങ്ങനെ അതിനതെല്ലാം എൻജോയ്മെൻറ്റ്, നമ്മളതങ്ങ് വല്ലാതെ എൻജോയ് ചെയ്യുക. ഈ ചില പാസ്റ്റർമാർ വരുമ്പോഴേക്കും അവിടുത്തെ അമ്മാമ്മമാർ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും. ഫിഷ് ഫ്രൈ, ചിക്കൻ, അവിയൽ, എന്തുമാത്രം. ഞാൻ അവർക്ക് ഫാസ്റ്റിംഗ് പ്രയർ ആണെന്നാണ് പേര്. ഇവർ കുക്ക് ചെയ്ത് മടുക്കുക. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞിട്ട് ഈ പാസ്റ്റർ, കഴിക്കുന്ന പാസ്റ്റർ, കൊള്ളാം അമ്മാമേ നന്നായിട്ടുണ്ടെന്ന് കേൾക്കാൻ വേണ്ടി ആയിരിക്കാം വലിയൊരു പങ്ക് ആൾക്കാരും ഇത് ചെയ്യുന്നത്. കാരണം അപ്രീസിയേഷൻ എന്ന് പറയുന്ന വലിയൊരു സാധനമാണ്. ഞാൻ കൊള്ളാമെന്ന് എനിക്കോ എൻ്റെ ഭർത്താവിനോ തോന്നുന്നില്ലെങ്കിൽ 2 പാസ്റ്റർമാർക്കോ സഹോദരന്മാർക്കെങ്കിലും തോന്നട്ടെ എന്നുള്ളൊരാഗ്രഹവും ആകാം ഒരു പക്ഷേ. വിഷമമായോ? എൻ്റെ സഹോദരങ്ങൾ, ഈ സാധനങ്ങളൊക്കെ വിട്. ഈ രസത്തിന് വേണ്ടി തിന്നുന്നതും രസത്തിന് വേണ്ടി ജീവിക്കുന്നതും രസത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതും എല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞ് നമ്മുടെ ആ സെൽഫാണ്. ഓക്കെ, അപ്പം നിങ്ങൾ പറയുമായിരിക്കും ഇയാൾ ഒരു സന്യാസി വല്ലതും ആണോ? അങ്ങനെയല്ല. നമ്മൾ ജീവിക്കുന്നതിൻ്റെ തത്വം എന്ന് പറയുന്നത് ക്രിസ്തു ആകണമെങ്കിൽ നമ്മൾ കാഴ്ചയിൽ ജീവിക്കരുത്, വിശ്വാസത്താൽ ജീവിക്കണം. അപ്പോൾ എന്താണ് ഫെയ്ത്ത്? ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ എന്ത് ഫെയ്ത്താണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്? എന്താണ് ശരിക്കുമുള്ള വിശ്വാസം? ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുമ്പോഴേക്കും എനിക്ക് ടൈമിനെ കുറിച്ച്, ഞാൻ എപ്പോഴാണ് തുടങ്ങിയത്? ഇനി എത്ര നേരമുണ്ട്? 20 മിനിറ്റ്. ഓക്കെ, അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എന്ത് വിശ്വാസമാണ് നമ്മൾ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്? നമുക്കറിയാം, വിശ്വാസം എന്നതോ
ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവും. അപ്പോൾ ഫെയ്ത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആദ്യം ചോദിച്ചത് വിശ്വാസം എന്താണ്, ഇനി അടുത്തത് വിശ്വാസ ജീവിതം എന്താണ്. പറയാം, വിശ്വാസ ജീവിതം എന്താണ്? ഏത് വാക്യമാണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാലോ? ഗലാത്യ ലേഖനം 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നതിന് ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. അടുത്ത വാക്യമാണ്. അടുത്ത വാക്യം പറയുന്നത്, ഞാൻ ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അപ്പൊ ഫെയ്ത്ത് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇപ്പോൾ ജഡത്തിൽ ജീവിക്കുന്ന ഈ ജീവിതം ഉണ്ടല്ലോ, അത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു തന്ന ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത് എന്നുള്ളതാണ് രക്ഷാകരമായ വിശ്വാസം. മനസ്സിലായോ? ഇനി വിശ്വാസം എന്നാൽ എന്ത്? ഞാനൊരു ദിവസം ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ നേരത്തെ ഞാൻ അവരോട് ചോദിച്ചു, ഈ വിശ്വാസത്തിൻ്റെ ഡൈവേർഷൻ എവിടെ വന്നിരിക്കുന്ന ആലോചിച്ച് നോക്കിയോ. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദേശത്ത് മാനിക്കും, നിങ്ങളെ ഒരു അനുഗ്രഹ വിഷയമാക്കി മാറ്റും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറ്റും, രോഗങ്ങളെ സൗഖ്യമാക്കും. 100% ഉറപ്പുള്ള ഒരു കൈവക്കാൻ പറഞ്ഞു. എൻ്റെ മുമ്പിലുള്ളായിരുന്ന സകല മനുഷ്യരും കൈവക്കി. കാരണം പ്രവാചകന്മാർ വന്ന് എല്ലാം ഉറപ്പിച്ചു കൊടുത്തിട്ടുള്ള വിശ്വാസം അത്. പുറത്ത് നോക്കിയപ്പോൾ 2-3 പാസ്റ്റേഴ്സ് അവരെല്ലാം കൈവക്കിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഇപ്പോൾ സമയം 12 മണിയായി, 12:01 കർത്താവ് വന്നാൽ 100% ഞാൻ സ്വർഗത്തിൽ പോയിരിക്കും എന്ന് വിശ്വാസമുള്ള ഒരു കൈവക്കാൻ പറഞ്ഞു. ഓരോറ്റ ആളെൻ്റെ മുമ്പിലും കൈവക്കിയില്ല. പുറകോട്ട് നോക്കിയപ്പം പാസ്റ്റർമാരാരും കൈവക്കിയില്ല. സത്യസന്ധരായിരുന്നു അവരെല്ലാവരും. നിങ്ങൾ സത്യസന്ധമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, കർത്താവ് ഇപ്പോൾ വന്നാൽ 100% ഞാൻ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടോ? 99.9 പോരാ, 100%. വിശ്വാസം എന്നതോ എന്താ വിശ്വാസം? ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചേക്കുന്ന ഉപദേശം എന്താ പറയുക? മോഹിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം എന്നാണ്. ഈ മോഹിക്കുന്നതിൻ്റെ ഉറപ്പ് വിശ്വാസമായി മാറുമ്പോഴുള്ള പ്രോബ്ലം എന്താണെന്നറിയാം? അത്യാഗ്രഹം ഈസ് ഈക്വൽ ടു വിശ്വാസം എന്ന് വരും. അതായത് 2 നിലയുള്ളൊരു വീട് പണിയാനാണോ 2 മുറിയുള്ളൊരു വീട് പണിയാനാണോ നിങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ടത്, പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കേണ്ടത്, വിടുതലെടുത്ത് പ്രാർത്ഥിക്കേണ്ടത്? ഏതിനു വേണ്ടിയായിരിക്കും കൂടുതൽ ശക്തിയോടെ? ആർക്കാ കൂടുതൽ വിശ്വാസം? 2 മുറിയുള്ളൊരു വീട് പണിയുന്ന ആൾക്കാണോ കൂടുതൽ വിശ്വാസം? 2 നിലയുള്ളൊരു വീട് പണിയുന്ന ആൾക്കാണോ കൂടുതൽ വിശ്വാസം? ആണോ കൂടുതൽ വിശ്വാസം? നമ്മൾ സാധാരണ വിശ്വാസം പറയുന്നത് കുറച്ചുകൂടി, എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. പണ്ട് ഞങ്ങൾ ഇതാ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന ഇതാ, പ്രാർത്ഥിക്കടാ ദൈവം ശരിയാക്കി തരൂടാ, പ്രാർത്ഥിക്കടാ എന്ന് പറയുമ്പം നമ്മൾ അത്യാഗ്രഹം ഉണ്ടാകട്ടടാ, കുറച്ച് മോഹിക്കടാ എന്നാ പറയുന്നത് അല്ലേ? ശരിയല്ലേ? ആ ക്രിസ്ത്യൻ കാഴ്ചപ്പാടാണോ അത്? ദാറ്റ്സ് എ റോങ് ഡോക്ട്രിൻ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിലിരിക്കുമ്പം എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ, അദ്ദേഹം കത്തോലിക്കനാണ്, എൻ്റെ സഹോദരൻ കത്തോലിക്കനാണ്, യാക്കോബക്കാരനെ കല്യാണം കഴിച്ച് കത്തോലിക്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ ഇരിക്കുകയാണ്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ചെന്നൈയിൽ നിന്ന് അങ്ങോട്ട് നോർത്തിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എൻ്റെ കൂടെ ഒരു മിഷണറി സഹോദരനുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരു ഇമെയിൽ വന്നു. അന്ന് വാട്സാപ്പ് ഒന്നും അത്ര കോമൺ അല്ല, വാട്സാപ്പ് തുടങ്ങിയിട്ടുള്ളൂ. ഈ വാട്സാപ്പ് തുടങ്ങിയ കാലം 2007-2008 എൻ്റെ ഓർമ്മ. അന്നോട്ട് എനിക്ക് വാട്സാപ്പ് ഉണ്ട് കേട്ടോ. പക്ഷേ അതിൻ്റെ ഉപയോഗമൊന്നും അറിയാൻ മേലായിരുന്നു. എങ്ങനെയോ ഡൗൺലോഡായി ഫോണിൽ കിടപ്പുണ്ട്. അതിനകത്തൊരു മെസ്സേജ് വന്നു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഒരു വെബ്സൈറ്റ്, അന്ന് ആൾക്കാരെല്ലാം അവരവർക്കുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഒരു പുള്ളി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ വെബ് പേജിൻ്റെ ലാസ്റ്റ് പേജ് ഇങ്ങനെയായിരുന്നു: പ്രാർത്ഥനാ വിഷയങ്ങൾ. 1, എനിക്ക് 3 കോടി രൂപ വിലയുള്ളൊരു വീട് വേണം, 3 നിലയുള്ള. 1 കോടി പരം വിലയുള്ള ടൊയോട്ടയുടെ ഒരു കാറ് വേണം, ഒരു മ്യൂസിക് സിസ്റ്റം, ഇതെല്ലാം വേണം. കുറേ കാര്യങ്ങളുണ്ട്, 5-8 കാര്യങ്ങളുണ്ട്. അതിൻ്റെ താഴെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, എൻ്റെ അക്കൗണ്ട് നമ്പർ അതുകൊണ്ട്. അപ്പം ഞാനിത് വായിച്ചിട്ട് ഈ മിഷണറിയോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഈ മനുഷ്യൻ ഇങ്ങനത്തെ പണി ഒപ്പിക്കുമെന്ന് നമുക്കറിയാവുന്ന ആളാണ്. ഇയാൾ എന്ത് മണ്ടത്തരം, നാട്ടുകാർ മുഴുവൻ കാണുകയില്ല, ഇത് എന്താ പുള്ളി ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചപ്പം എൻ്റെ അനിയൻ കത്തോലിക്കൻ എൻ്റെ ഷോൾഡറിന് മുകളിലൂടെ ഇത് മുഴുവൻ വായിച്ചിട്ട് എന്നോട് ചോദിക്കാം, നിങ്ങൾക്ക് ഭ്രാന്ത് വല്ലതും? ഞാൻ പറഞ്ഞു, ഇതുവരെ ഇല്ല. പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഇത് ആ മനുഷ്യനല്ല, ലോകത്താരും ഇങ്ങനൊരു പേപ്പർ എഴുതൂല, നിങ്ങൾക്ക് ബോധമില്ലേ? പിന്നെ ഇത് അയാൾക്ക് ആരോ പണി കൊടുത്തതാണ്. പുള്ളി വിശ്വസിക്കുന്നില്ല ഇതൊരു മനുഷ്യൻ എഴുതി വെച്ചതാണ്. അത്രയും നാണമില്ലെന്ന് ചോദിക്കുന്നത്.
പക്ഷെ നമുക്കല്ലേ അറിയാവുള്ളൂ ഇതല്ല, ഇതിലപ്പുറവും ചെയ്യാൻ മാത്രം വിശ്വാസമുള്ള അത്യാഗ്രഹികളാണ് നമ്മളെന്ന് ആ പാവങ്ങൾക്ക് അറിയാൻ മേല. അപ്പം നമ്മൾ ഈ അത്യാഗ്രഹത്തെ പ്രൊമോട്ട് ചെയ്തിട്ടാണ് പറയുന്നത് വിശ്വസിക്കുക. പക്ഷെ എന്ത് വിശ്വാസം പോയെന്നറിയോ? പ്രത്യാശയുടെ ഉറപ്പങ്ങ് പോയി. കർത്താവ് വന്നാൽ പോകും എന്ന് നമ്മുടെ തലയ്ക്കകത്തോട്ട് വരാതെ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 19-ാം വയസ്സിൽ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആദ്യം വന്നത് ഞാൻ നശിച്ചു പോവുകയില്ല, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് അവൻ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകും, എനിക്ക് നിത്യമായ ഒരു രാജ്യമുണ്ടെന്ന് 1994 എൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ടതാണ്. അതിന്നും അതുപോലെ കിടപ്പുണ്ട്. കാരണം അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. നിങ്ങൾക്ക് നാളെ കടഭാരം മാറ്റും എന്നുള്ളത് പ്രവാചകൻ തരുന്ന വാഗ്ദത്തമാണ്, അത് മാറണമെന്ന് ഒരു നിർബന്ധവുമില്ല. എന്നാൽ കർത്താവ് തന്ന വാഗ്ദത്തങ്ങൾ അഴിച്ചു കളയാൻ ആരെ കൊണ്ട് സാധിക്കില്ല. ഇപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നതിന് ഉറപ്പാണ്. അതൊരു കഴിഞ്ഞ 20-25 വർഷമായിട്ട് കാണാനേ ഇല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ രക്ഷിക്കപ്പെടുന്ന സമയത്ത് പാടുന്ന പാട്ടുകളെല്ലാം പ്രത്യാശാഗാനങ്ങളായിരുന്നു. അക്കരയ്ക്ക് യാത്ര ചെയ്യാൻ സിയോൻ സഞ്ചാരി, രാജാതിരാജൻ മഹിമയോടെ, സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും. ഓർമ്മയുണ്ടോ കാലം? ആ കാലമേ പോയി. അന്ന് ട്രാക്ട് അടിക്കുമ്പം നമ്മൾ എന്താ എഴുതിക്കൊണ്ട്, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ആ ട്രാക്ട് അടിച്ച് ഞാൻ ഈ ചർച്ചിൽ വിതരണം ചെയ്താൽ ഇന്നും നമുക്കതൊരു പുതിയ അറിവായിരിക്കും. കാരണം ഇന്ന് പലർക്കും ആ ഫെയ്ത്ത് ഇല്ല. ഈ പ്രോസ്പെരിറ്റി തിയോളജിക്കാർ വന്ന് വിശ്വാസം എന്നതോ മോഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് മാറ്റി. എന്തായിരുന്നു അത്? പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് AC ഇല്ലേ, പ്രാർത്ഥിക്കും, ഇവിടെ 2 അല്ല 5 AC വരും. വിശ്വാസമുണ്ടോ? വിശ്വാസമുള്ളവർ ഏറ്റെടുത്തോ? കേട്ടിട്ടുണ്ടോ ഈ പരിപാടി? ഏറ്റെടുത്താൽ മാത്രം പോരാ, നല്ലപോലെ പിരിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ അല്ല ചുമ്മാ വരുമൊന്നുമില്ല. നമ്മൾ കുലുക്കി പോരാ കുറച്ചുകൂടി ഇടും ബ്രദറെ, കുറച്ചുകൂടി ഇടുന്ന് പറഞ്ഞ് മേടിക്കേണ്ടി വരും. അവസാനം പ്രവാചകൻ പറഞ്ഞതല്ലേ, ദൈവാലോചനയാണ്. പൈസ എവിടെ നിന്നും തെണ്ടി മേടിച്ചോളാനാണ് പ്രവാചകൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ദൈവാലോചനയുണ്ട്, പക്ഷെ പൈസ ദൈവം തരികയില്ല. എന്തൊരു ദൈവം അത്? ആലോചന തന്നു, നീ കെട്ടിടം പണിതോ, നീ AC വെച്ചോ, കാർ വാങ്ങിച്ചോ, പൈസ മാത്രമില്ല. അതെന്താ ആലോചന അത്? ഇതൊക്കെ വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളിൽ ഈ അന്ധവിശ്വാസം നമ്മുടെ പിള്ളേരനുസരിക്കുന്നു. എന്തെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ? ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഈ പുനരുത്ഥാനത്തിൻ്റെ വാഗ്ദത്തം നിങ്ങൾ വിചാരിക്കും, ഈ കർത്താവ് വരുമ്പം നമ്മൾ പുനരുത്ഥാനം ചെയ്തു പോകുന്ന എങ്ങനെ വിശ്വസിക്കും? അത് AC വരുന്നതിനേക്കാളും പാടല്ലേ? എന്തായാലും AC വരുന്നതിനേക്കാളും പാടല്ലേ ഈ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാൻ? അപ്പം ഈ പുനരുത്ഥാനത്തിലെ വിശ്വാസത്തിന് എന്താ ഇത്ര പ്രത്യേകത? അതെങ്ങനെയാണ് നമ്മുടെ അകത്തേക്ക് വന്നാൽ എന്താ പ്രയോജനം? എന്താണ് അതിൻ്റെ വ്യത്യാസം? അതിൻ്റെ കാരണം, ക്രിസ്ത്യൻ കണ്ണടയിലൂടെ നമ്മൾ ഒരാളെ നോക്കണമെങ്കിൽ നമ്മൾ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കണം, അതല്ലാതെ നോക്കാൻ പറ്റത്തില്ല. റീസൺ, നാളെ എന്നെ അയാൾ കൊന്നാൽ എന്ത് സംഭവിക്കും? സ്വർഗത്തിൽ പോകുമെന്ന് ധൈര്യമുണ്ടെങ്കിലേ ആ മനുഷ്യനെ പോയി കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആക്കാം. മോശ പറഞ്ഞു കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? അപ്പോൾ മോശ എന്നോട് പറയാണ്, ചെയ്സേ, ഈ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് ഞാൻ പറഞ്ഞത് ദുഷ്ടന്മാരോടാണ്. കാരണം അവന്മാർ ഒരു പല്ലെടുത്തു കഴിഞ്ഞാൽ അവന്മാർ പോയി 32 പല്ലും പറിക്കുന്നവന്മാരാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ദുഷ്ടത നിയന്ത്രിക്കാൻ വേണ്ടി, കർത്താവ് പറഞ്ഞല്ലോ മോശ നിങ്ങളുടെ കഠിന ഹൃദയ നിമിത്തമാണ് അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പം മോശ പറഞ്ഞു, ഒരു പല്ല് നിന്റെ എടുത്താൽ നീയും പോയി ഒരു പല്ല് എടുക്കാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ കർത്താവിൻ്റെ ശരിയായ ഹിതം എന്ന് പറഞ്ഞാൽ ഒരു കർണം തടിച്ചാൽ മറ്റേ കർണവും കാണിച്ചു കൊടുക്കണമെന്നാണ്. അപ്പം ഞാൻ പറയാം, മോശ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷേ എൻ്റെ ഒരു കർണം തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം എനിക്ക് തടി ഉണ്ടെന്നേ ഉള്ളൂ. എന്നെ ഇടിക്കുന്നവൻ ജിമ്മാണ്, കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാണ്, ഒറ്റയടിക്ക് 10 ഇഷ്ടിക പൊട്ടിക്കുന്നവനാണ്. അവൻ്റെ ഒരു അടി കൊണ്ട് എൻ്റെ ബ്രെയിൻ വഴിയായിരിക്കും ബ്ലഡ് വരുന്നത്. ഞാൻ തട്ടിപ്പോയാൽ 2ാമത്തെ അടിക്ക് ഈ കർണത്തോട് അടിച്ചോ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത് ഞാൻ തട്ടിപ്പോയാൽ എന്നാ സംഭവിക്കും? മോശ പറയും, നിന്നെ ദേശത്ത് മാനിക്കും, നിൻ്റെ ആടുമാടുകൾ അനുഗ്രഹിക്കും, നിന്നെ തലമുറ. ഞാൻ തത്തുപോയ എന്ത് തലമുറ? ഞാൻ തത്തുപോയ എന്ത് ആടുമാടുകൾ? അപ്പോൾ മോശയോട് ഞാൻ പറയും, ഈ ആടുമാടുകൾ അനുഗ്രഹിക്കുന്ന പറഞ്ഞു ഞാൻ ചാകാനൊന്നും തയ്യാറല്ല. മോശ പറയും, അത് ശരിയാണ്. അപ്പോൾ നീ ഒരു കാര്യം ചെയ്തോ, അടി കൊണ്ട ഓടിക്കോ, അല്ലെങ്കിൽ തിരിച്ചു പൊട്ടിച്ചോ. അപ്പോൾ അത് തീർന്നു. കർത്താവ് എന്നോട് പറയാണ്, ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണം. ഇതാണ് ക്രിസ്ത്യൻ കാഴ്ച, ക്രിസ്തീയ നീതി, പെർഫെക്റ്റ് റൈച്ചസ്നെസ്. വേറൊരാൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ള റൈച്ചസ്നെസ്, വേറൊരാൾ തല്ലുമ്പോൾ കൊണ്ടോട്ട് അവനെ സ്നേഹത്തോടെ നോക്കുക എന്നുള്ള റൈച്ചസ്നെസ്. അപ്പോൾ കർത്താവ് എന്നോട് പറയാം, ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുക, തട്ടിപ്പോയ എന്നാ ചെയ്യും കർത്താവ്? നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ആ ഫെയ്ത്താണ്
പുനരുത്ഥാനത്തിലെ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. വിട്ടുകൊടുക്കാനും മരിക്കാനുമുള്ള ശക്തി, കാറ്റുപോലെ വീശാനുള്ള ശക്തി, എതിലേയും കടന്നു പോകാനുള്ള ശക്തി. ഈ കണ്ണട നമ്മൾ വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ലോകം പ്രശ്നമല്ല, ഇത് താൽക്കാലികമാണ്, ഇതിനപ്പുറത്ത് നിത്യമായൊരു വാസസ്ഥലമുണ്ട്, ഒരു തേജസ്സുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു, അതുകൊണ്ടാണ് ഈ പുനരുത്ഥാനം ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നീതി വ്യർത്ഥം, സുവിശേഷം വ്യർത്ഥം. കാരണം എന്തിനാ അങ്ങനെ ജീവിക്കുന്നത്? എന്തിനാ വേറൊരാൾക്ക് വേണ്ടി മരിക്കുന്നത്? എന്തിനാ കാരണം കാണിച്ചു കൊടുക്കുന്നത്? തട്ടിപ്പോയാൽ എന്നാ സംഭവിക്കും? കർത്താവ് തന്നിരിക്കുന്ന ഒരൊറ്റ വാഗ്ദത്തമാണ്, എന്ത് സംഭവിച്ചാലും നീ എൻ്റെ കൂടെ സ്വർഗത്തിലിരിക്കും എന്നൊരു വാഗ്ദത്തം എൻ്റെ തലക്കകത്തോട്ട് വരുമ്പോഴാണ് ഞാൻ ക്രിസ്ത്യാനി ആകുന്നത്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ. ആ കോളിങ്ങിനകത്ത് തന്നെ എന്തുണ്ട്? ആ കോളിനകത്ത് തന്നെ എന്തുണ്ട്? ഈ പ്രത്യാശയുണ്ട്. അതുപോലെ നിങ്ങളുടെ വിളിച്ച വിളിയാലുള്ള ആശ. ഇപ്പൊ വിളിക്കാത്ത എന്തുണ്ട്? ആശയുണ്ട്. എന്നിട്ട് പത്രോസിന്റെ ലേഖനത്തിൽ പറയാം, നിങ്ങളെ വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊള്ളുവിൻ. അപ്പൊ ഉറപ്പുണ്ടോ? വിളിയും തെരഞ്ഞെടുപ്പും എങ്ങോട്ടാ? വിളി എന്തുവാ? വാ, കർത്താവിന് വേണ്ടി മരിക്ക്, നീ എൻ്റെ കൂടെ നിത്യം ജീവിക്കും. തെരഞ്ഞെടുപ്പ് എന്താ? അവന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. അപ്പോൾ ഈ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യവും ലോകത്തിലെ സ്വാതന്ത്ര്യം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യൻ സ്വാതന്ത്ര്യത്തിനകത്ത് മരണഭയമില്ല. ഈ മരണഭയം അങ്ങ് എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇനി നമുക്ക് വിശ്വാസ ജീവിതവും കൂടെ എന്താണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. ഓക്കെ, ഞങ്ങൾ മിഷണറിമാരായിരുന്നു 10 വർഷം ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ആന്ധ്രാപ്രദേശിൽ മിഷണറി വർക്ക് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ഞങ്ങളോട് ചോദിക്കും, എങ്ങനെയാണ് ബ്രദറെ ജീവിക്കുന്നത്? അപ്പം ഞാൻ പറയും, വിശ്വാസത്താലാ ബ്രദറെ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ നയ പൈസ ഇല്ലാത്തപ്പോൾ രോഗിയായിരിക്കുമ്പം വിശ്വസിച്ച് കർത്താവെ നീ തരും തരും തരും, ഇത്തിരി വൈബ്രേഷൻ വേണം, എന്നാലേ കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് വിശ്വസിക്കുന്നതിനെയാണ് നമ്മൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ ആരോടും പറയാറില്ല. എന്താ പറയുന്നത്, പ്രാർത്ഥനാ വിഷയങ്ങൾ പോലും പറയാറില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ വെച്ച്. അതങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസ ജീവിതമാണ് നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ വിശ്വാസം എന്ന ചൂണ്ടയിട്ടപ്പോൾ എനിക്ക് എന്തൊക്കെ കിട്ടിയതെന്ന് പറഞ്ഞു നോക്കി. എന്തൊക്കെ കിട്ടിയത്? പൈസ, പിള്ളേർക്ക് അടയ്ക്കാൻ ഫീസ്, അല്ലേ? ഇതല്ലേ വിശ്വാസ ജീവിതം? ആണോ? ശരി, ഞാനും പൗലോസും കർത്താവിൻ്റെ ബീമാ സീറ്റിന് മുമ്പിൽ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി പോയി നിൽക്കുമെന്ന് വിചാരിച്ചോ? ഓക്കെ, അപ്പോൾ പൗലോസിൻ്റെ കർത്താവ് ചോദിക്കുക, എടാ നീ വിശ്വാസിയാണോ? പൗലോസ് പറയാതെ. എന്താ വിശ്വസിച്ചത്? ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഓക്കെ, നീതിയുടെ കിരീടം നീ എടുത്തോ, പോയിക്കോ. അടുത്ത ഞാൻ ചേച്ച, നീ എന്താ വിശ്വസിച്ചത്? കർത്താവ്, ഓരോ ദിവസവും നീ എന്നെ നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാൻ നിന്നെ നടത്തിയില്ലേ? നടത്തി. വീടില്ലായിരുന്നു, ഞാൻ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു. വൈബ്രേഷൻ ശരിയാവുന്നുണ്ടോ? ഏകദേശം അല്ലേ? ശരിയായി വരാം, കുറച്ചുകൂടെ പ്രസംഗിക്കുമ്പോൾ ശരിയായി വരും. ഓക്കെ, അപ്പോൾ കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വീട് തന്നല്ലോ. തന്നു. പിള്ളേരെ സെറ്റിൽ ചെയ്യാൻ അമേരിക്കയിലും കാനഡയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. കാനഡയിലെങ്കിലും സെറ്റിൽമെൻറ്റ് കിട്ടി. സ്തോത്രം, അത് നീ തന്നതാ, വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയതാ. ഓക്കെ, വിശ്വസിച്ചാൽ വിടുതല. പ്രവാചകൻ പറഞ്ഞത് അതാ, അതുപോലെ നടന്നു. അപ്പോൾ ഞാൻ നിനക്ക് തന്നല്ലോ. തന്നു. പിന്നെ കർത്താവെ നീ തന്നതാ എനിക്കെല്ലാം ഇത്രത്തോളം നടത്തിയ, അത് പറയുമ്പോഴേക്കും ആ സന്തോഷം, ഈ ലോകത്ത് നടന്നതിൻ്റെ സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പോൾ കർത്താവ് പറയും, ഓക്കെ മോനെ, എന്നാൽ ശരി, ഓക്കെ, എന്നാൽ ബൈ ബൈ, ടാറ്റ. അപ്പം ഞാൻ ചോദിക്കും, അപ്പോൾ നീതിയുടെ കിരീടം? അപ്പോൾ കർത്താവ് പറയും, നീ ചോദിച്ചെല്ലാം ഞാൻ നിനക്ക് തന്നില്ലേ? തന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ പൗലോസ് ചോദിച്ചതൊന്നും അല്ലായിരുന്നു. പൗലോസ് ചോദിച്ച നീതിയുടെ കിരീടം, അവൻ അതിനു വേണ്ടി ലോകത്തെ മുഴുവൻ ഉപേക്ഷിച്ച് എനിക്കിത് മതി, കർത്താവിനെ മതി എന്ന് പറഞ്ഞു നടന്നു. നീ കർത്താവിനെ വെച്ചോണ്ട് ഈ ലോകത്തിലെല്ലാം സമ്പാദിക്കാൻ വിചാരിച്ച് അതുവഴി നടന്നു. ഞാൻ നിനക്ക് നീ ചോദിച്ചെല്ലാം തന്നു, അവൻ കൂടെ ചോദിച്ചെല്ലാം കൊടുത്തു, അത്രയേ ഉള്ളൂ സംഭവം. പിന്നെ നീ ഓർക്കുന്നില്ലേ, ഈ കാറ് ചെറുത് അതിനകത്ത് ഇരുന്നിട്ട് ശ്വാസം മുട്ടുന്നു, ഇതിൽ വലിയ കാറ് വേണം കർത്താവേ എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ നിനക്ക് വലിയ കാറ് തന്ന ഓർമ്മയുണ്ടോ? ഉണ്ട്. അത് ഇടിച്ചാണല്ലോ നീ ഇവിടെ വന്നത്. അതെ, കാർ അവിടെ ഇട്ടിട്ട് നീ ഇങ്ങ് പോകുന്നത് എന്താ? അത് സാറേ, അതാ കർത്താവേ, കാർ എങ്ങനെ കൊണ്ടുവരും? ഇതാ നീ പ്രാർത്ഥിച്ച് മേടിച്ച എല്ലാ സാധനത്തിൻ്റെയും കഥ. ഒന്നും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളതല്ല. ഇവിടുത്തെ എഡ്യൂക്കേഷൻ, ഇവിടുത്തെ സെറ്റിൽമെൻറ്റ്, ഇവിടുത്തെ വീട്, ഇവിടുത്തെ പദവി, ഇവിടുത്തെ പ്രസിഡന്റ് സ്ഥാനം, ഇവിടുത്തെ ആരോഗ്യം. ചത്തുപോയ ലാസർ പിന്നെയും മരിച്ചപ്പോൾ കർത്താവ് ഒന്നും സൗഖ്യമാക്കിയില്ല, അതിവിടെ തീർന്നു. ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വിശ്വാസ ജീവിതം തന്നെ നിർവചിച്ചു. അവസാനം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ പോയപ്പോഴാണ് മനസ്സിലായത്
കർത്താവ് എന്നെ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമാക്കി പുത്രൻ്റെ മുമ്പിൽ നിർത്താൻ വേണ്ടി തന്ന അതിവിശുദ്ധ വിശ്വാസം ഞാൻ ഇവിടെ പൊട്ടടിച്ച് തീർത്തൊന്നും എനിക്കതിനകത്തൊന്നും ബാക്കിയില്ലെന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ ഒന്നുമില്ല എന്നുള്ള ആ ദയനീയമായ കാര്യം. നമ്മൾ പ്രസംഗമായ പ്രസംഗങ്ങൾ, നമ്മൾ കൺവെൻഷനായ കൺവെൻഷനുകൾ, ഉപവാസ പ്രാർത്ഥന മുഴുവൻ പഠിപ്പിച്ചെന്തെന്നറിയോ? പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക, പിടിച്ചെടുത്ത് പ്രാർത്ഥിക്കുക, കിട്ടും നിങ്ങൾക്ക്. ഇതാ ഇപ്പം കിട്ടില്ലെങ്കിൽ നാളെ കിട്ടും. നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. കണ്ണുനീരൊക്കെ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോഴേ തുടച്ചതാണ്. ഇനി തുടയ്ക്കാൻ ഇവിടെ കണ്ണുനീര് നിങ്ങൾക്കത് പോരെ? ഈ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ കിട്ടിയ അത്രയും അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളൊന്നും പോരെ നമ്മുടെ കണ്ണുനീര് മാറാൻ? പിന്നെ അതിനിടയ്ക്ക് ഒരു കാറും കൂടെ കിട്ടണം. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും വലിയ യുദ്ധം ഈ അന്ത്യകാലം നമ്മുടെ മുമ്പിലേക്ക് വന്ന് ഈ പിള്ളേരെല്ലാം നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വെറും ഒരു സോപ്പ് കുമിള പോലെ. നിങ്ങൾക്കറിയാം, ഈ കോമൺ അനുഗ്രഹങ്ങൾ, കാറ്, ബിസിനസ്, വിദ്യാഭ്യാസം, ആരോഗ്യം, കർത്താവ് കൊടുക്കാൻ നേരത്ത് അവൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നൊന്നും നോക്കുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം എന്ന് പറയുമ്പം അംബാനി അവിടെ നിന്ന് പറയുന്നുണ്ട്, കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം ബാക്കി എല്ലാ മൊബൈൽ ഫോൺ ഓപ്പറേറ്റേഴ്സിനെ തകർത്ത് ജിയോ ഒന്നാമതാക്കിയ നിനക്ക് അതാരാന്ന് നമുക്കറിയാൻ മേല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരുടെ ദൈവങ്ങൾ അവരെ നടത്തി അത്രയും സുന്ദരമായിട്ട് നമ്മുടെ ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ടോന്നുള്ള കാര്യം സംശയിക്കേണ്ടി വരും. കാരണം ഈ അനുഗ്രഹങ്ങളെ നോക്കുന്നെങ്കിൽ. പണ്ടൊരാൾ സാക്ഷ്യം പറഞ്ഞാണ് ഗൾഫിലേക്കൊക്കെ നിങ്ങൾ ചെല്ലണം, അവിടെ അറബിമാർ റോഡിന് നടുവിൽ പാ വിരിച്ചിട്ട് അവിടെ നിസ്കരിക്കും, അതുകൊണ്ട് ദൈവം അങ്ങനെ അങ്ങ് അനുഗ്രഹിച്ചേക്കും അവരെ. നമ്മൾ ഈ കർത്താവിൻ്റെ പുറകെ നടന്നിട്ട് നമുക്ക് എന്നാ കിട്ടിയെന്ന് ചോദിക്കുക ഒരാൾ. സാക്ഷ്യം പറഞ്ഞ ഒരു ഏജ് ചർച്ചിൽ നമ്മൾ ക്രിസ്തുവിനെ ടോട്ടലി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കും. കർത്താവ് പറഞ്ഞു, എനിക്കിവിടെ ഐഹികമായ ഒരു രാജ്യം ഇല്ല, നിങ്ങൾ ഒരു വാഗ്ദത്വം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കർത്താവിനെ. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടാനുള്ളതല്ല, വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടാനുള്ളതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും. അപ്പോൾ ഓരോ ദിവസവും ഞാൻ പറയാണ്, ഞാനല്ല, കാഴ്ചയിൽ നോക്കിയാൽ ഞാനാണ്, കാഴ്ചയിൽ നോക്കിയാൽ എനിക്ക് നിത്യജീവനില്ല, ഞാൻ നശിച്ചു പോകേണ്ടവനാണ്. എന്നാൽ വിശ്വാസത്തിൽ നോക്കുമ്പോൾ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത്. അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാനല്ല, ക്രിസ്തു അത്രേ. അപ്പോൾ വിശ്വാസത്താൽ ഞാൻ പിടിച്ചെടുക്കുന്നത് പണമല്ല, വിശ്വാസത്താൽ ഞാൻ പിടിച്ചെടുക്കുന്നത് തൽക്കാലം നിലനിൽക്കുന്ന ആരോഗ്യമല്ല, ക്രിസ്തുവിനെ തന്നെയാണ്. ആ ക്യാരക്ടറാണ് നമുക്ക് ലഭിക്കുന്ന ഗ്ലാസ്. ഈ ഗ്ലാസ്സിലൂടെ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തു നോക്കിയതുപോലെയാണ് നമ്മൾ കാഴ്ചകളെ കാണുന്നത്. ഈ ഒരൊറ്റ കാര്യമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇതാണ് കാറ്റ് പോലെ പോകുന്ന ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ കാഴ്ച. ഈ കാഴ്ചയിലേക്ക് സഭ വന്നാൽ പിള്ളേരും വരും, മാതാപിതാക്കൾ വന്നാൽ പിള്ളേരും വരും. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, നീ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കർത്താവിൻ്റെ അടുത്ത് പോകാനും ഒരു വിഷമമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ കാര്യം ഓക്കെയാണ്, കാരണം കർത്താവ് നടത്തിക്കോളും, വേറൊന്നും ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല. അതാണ് കാറ്റെന്ന് പറയുന്നത്. എന്താ ഞാൻ അറിയേണ്ട പോലും കാര്യമില്ല, കാരണം ഹി ബിക്കംസ് എ സെർവൻറ്റ് ഓഫ് ദ ലോർഡ്. പിന്നെ ഞാൻ ആരാധന അവിടെ. സോ ദാറ്റ്സ് ദ മോസ്റ്റ് സെക്യൂർ ലൈഫ്. അത് എല്ലാവരും പൈസ തരുന്നുണ്ടല്ലോ കേട്ടോ, കർത്താവ് കൂടെ ഉള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ ഒന്നും കിട്ടില്ലെന്നും വരും. ചിലപ്പം ഈ സിറിയയിലോട്ടും ഇറാഖിലോട്ടൊക്കെ പോകുന്ന മിഷണന്മാരോട് പറയുന്നതെന്നറിയോ, അവർ തിരിച്ചു വരുമെന്ന് ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ ആ പിള്ളേർ രണ്ടാമത് പോയിരിക്കുക, വൈഫിന് 5 മാസം കുഞ്ഞ് വയറ്റിലുണ്ട്, അതുമായിട്ടാണ് പോയേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആരെങ്കിലും പരിചയമുണ്ടോ? ഇല്ല, ആരെയും പരിചയമില്ല. ഞാൻ ചെന്നാൽ കുഞ്ഞുണ്ടായിട്ട് പോയാൽ പോരെ, ഈ കഷ്ടതയിലൂടെ പോയില്ലെങ്കിൽ എങ്ങനെ അങ്കിളെ വിശ്വാസം വരുന്നത്? അവർ ചോദിക്കുക. ഞാൻ പറഞ്ഞു, ഒരു 5 മാസം വെയിറ്റ് ചെയ്ത് കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും വിടുകയല്ല, ഇപ്പം തന്നെ പോയാലേ പോകാൻ പറ്റുള്ളൂ. അവർ പോയേ പറ്റൂ. ആ നിർബന്ധം, കാറ്റിൻ്റെ ആ മർദ്ദം അവരുടെ മേൽ വരുവാണ് ഇനി കർത്താവിന് വേണ്ടി. അപ്പോൾ ഇങ്ങനൊരു കാഴ്ച അവർക്ക്, മരണത്തെ പേടിയില്ലാത്തൊരു ജനറേഷൻ ഉണ്ടായില്ലെങ്കിൽ നമുക്ക് അടുത്ത തലമുറയിൽ വിശ്വാസം ഉണ്ടാവില്ല. ഇപ്പം തന്നെ നമ്മൾ കഷ്ടിച്ചാണ് നിൽക്കുന്നത്.